ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൺഫർമേഷണൽ ഐസോമർസത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ റൊട്ടേഷണൽ ഐസോമർസത്തെ കുറിച്ച്. ഇത് സ്റ്റീരിയോ ഐസോമർ ആണ്. ഇവിടെ ഈ സ്റ്റീരിയോ ഐസോമർസം സാധ്യമാവുന്നത് കാർബൺ കാർബൺ ഫ്രീ റൊട്ടേഷൻ കൊണ്ടാണ്. കാർബൺ കാർബൺ ഫ്രീ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഒന്നുമല്ല. ഏകദേശം 12.5 കിലോ ജൂൾ പെർ മോൾ ഒക്കെ ഇതിന് എനർജി ആവശ്യമുണ്ട്. ആ എനർജി മോളിക്യൂൾ തമ്മിലുള്ള കൊളിഷൻ കൊണ്ട് തന്നെ എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് സാധാരണഗതിയിൽ ദിസ് ഐസോമേഴ്സ് ആർ നോൺ സെപ്പറബിൾ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഇപ്പോ നമ്മളുടെ ജിയോമെട്രിക്കൽ ഐസോമർസത്തിലുള്ള ഒരു ഐസോമർസ് ആണ് സിസ് ആൻഡ് ട്രാൻസ്. ഈ സിസും ട്രാൻസും തമ്മിൽ മെൽറ്റിംഗ് പോയിന്റിലും ബോയിലിംഗ് പോയിന്റിലൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് നമുക്ക് ഡിസ്റ്റിലേഷൻ വഴിയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്റ്റലൈസേഷൻ വഴിയൊക്കെ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഈ കൺഫർമേഷണൽ ഐസോമർസത്തിൽ ഇങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ല. അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. മാത്രമല്ല ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ കുറഞ്ഞ എനർജി മതി. ഫ്രീ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, ചെറിയ ഒരു എനർജി മതി. ദാറ്റ് എനർജി ഈസ് എന്താണ് ഒബ്റ്റെയിൻഡ് ബൈ കൊളിഷൻ ബിറ്റ്വീൻ ദ റിയാക്ടന്റ് മോളിക്യൂൾസ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഐസോമർ ആണ് നമുക്ക് ഈഥെയിന്റെ കൺഫർമേഷൻ ഐസോമർസ് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ് ഈഥെയിന്റെ ഐസോമർസം. നോക്കൂ, ഈഥെയിനിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാണ് നമ്മളുടെ ഈഥെയിൻ എന്ന മോളിക്യൂള്. ഈ ഈഥെയിൻ മോളിക്യൂളില് ഒന്നിൽ നിന്ന് മറ്റേതാ ഇതിപ്പം എന്താണ് എക്ലിപ്സ്ഡ് ആണ് കേട്ടോ. ഇതിന്റെ നേരെ ബാക്കിലാണോ, ഈ എച്ചിന്റെ നേരെ ബാക്കിലാണ് എച്ച്. ഒന്നിനെ മറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒന്നിനെ ഫിക്സ് ചെയ്ത് പിടിച്ചിട്ട് നേരെ ഇങ്ങനെ ഒരു 60 ഡിഗ്രി തിരിച്ചാൽ ഇപ്പൊ എന്തായി, എച്ചും എച്ചും എന്തായി ഓപ്പോസിറ്റ്. ഇവിടെ എച്ചും ഓപ്പോസിറ്റ്, ഇവിടെ എന്താണ് എച്ചും എന്താണ് ഓപ്പോസിറ്റ്. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. ഇതാണ് സ്റ്റാഗേർഡ്. ഈ സ്റ്റാഗേർഡും എക്ലിപ്സും വരുമ്പോ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയതാണ് സ്റ്റാഗേർഡ് ആണ്. കാരണം സിമിലർ ഗ്രൂപ്പ് ആർ മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടോ, സിമിലർ ഗ്രൂപ്പ് മാക്സിമം ഡിസ്റ്റൻസിലുള്ളത് ഉണ്ടോ, ഈ ഗ്രൂപ്പുകൾ തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസിലാണ്. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ ദിസ് ആംഗിൾ ഈസ് എന്താണ് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ് തിരിയുന്നത് കണ്ടോ. ഇത് ഇങ്ങനെ തിരിയാന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി തിരിയുന്നത് ഉണ്ടോ, ഇതിങ്ങനെ 0 ഡിഗ്രി ഇങ്ങനെ വരുമ്പോൾ എത്ര ഡിഗ്രി തിരിഞ്ഞു, 60 ഡിഗ്രി തിരിഞ്ഞു. ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് വാട്ട് ഡൈഹെഡ്രൽ ആംഗിൾ. ഈ ആംഗിൾ നമ്മൾ പറയുന്ന പേരാണ് ഡൈഹെഡ്രൽ ആംഗിൾ. ഇത് എത്ര ഡിഗ്രിയാ, 60 ഡിഗ്രിയാണ് ഈ ആംഗിൾ ഉള്ളത്. എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ 60 ഡിഗ്രി തിരിഞ്ഞപ്പോൾ നമുക്ക് മോസ്റ്റ് സ്റ്റേബിൾ എന്ത് കിട്ടി, സ്റ്റാഗേർഡ് കിട്ടി. അതിൽ നിന്ന് ഇനി നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിയുമ്പോൾ ഈ ആംഗിളിനാണ് നമ്മൾ എന്താ പറയാ, ഡൈഹെഡ്രൽ ആംഗിൾ. ഡൈഹെഡ്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ ഒരു ബോണ്ടിന്റെയും ഇവിടുത്തെ ഒരു ബോണ്ടിന്റെയും ഇടയിലുള്ള ഈ ആംഗിൾ ആണ് ഡൈഹെഡ്രൽ ആംഗിൾ. അപ്പൊ ഇത് ഇനി ഇങ്ങോട്ട് തന്നെ തിരിയുമ്പോൾ ഈ എച്ചും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും അല്ലെ. ആ റിപ്പൽഷനെ പറയുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ എന്താണ് ഇതിന് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയും. അതായത് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റാഗേർഡ് ലീസ്റ്റ്, ഇപ്പൊ സ്റ്റാഗേർഡ് ആണ്, എച്ച് ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലെ. ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എക്ലിപ്സിലേക്ക് വരുമ്പോൾ സിമിലർ ഗ്രൂപ്പ് അടുത്ത് വരുമ്പോൾ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. ദാറ്റ് റിപ്പൽഷൻ ഈസ് നോൺ ആസ് വാട്ട് ടോർഷണൽ സ്ട്രെയിൻ എന്നാണ് അതിനെ പറയാം. എന്താണ് ടോർഷണൽ സ്ട്രെയിൻ. ഈ ആംഗിള്, അതായത് ഇവിടെ എന്താണ് സ്റ്റാഗേർഡിലെ ദിസ് ആംഗിൾ ഈ ആംഗിൾ ആണ് നോക്കേണ്ടത്. ദിസ് ആംഗിൾ ഈസ് എത്രയാണ്, 60 ഡിഗ്രിയാണ്. എത്രയാണ്, 60 ഡിഗ്രിയാണ്. ദിസ് ആംഗിൾ ഈസ് നോൺ ആസ് വാട്ട് ഡൈഹെഡ്രൽ ആംഗിൾ അല്ലെ. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ആംഗിൾ എത്രയായി, 0 ഡിഗ്രി ആയി മാറി. എത്രയായി മാറി, 0 ആയി മാറി. ഓക്കെ ആണല്ലോ. അപ്പോ ഈ ആംഗിളിനെ പറയുന്ന പേര് ഡൈഹെഡ്രൽ ആംഗിൾ എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഈഥെയിന്റെ ഈ കൺഫർമേഷണൽ ഐസോമർസത്തെ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യുന്ന 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ന്യൂമാൻ പ്രൊജക്ഷനും മറ്റൊന്ന് സാഹോസ് റെപ്രസെന്റേഷനും ആണ്. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സാഹോസ് റെപ്രസെന്റേഷൻ ആണ്. എന്താണ് സാഹോസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, സാഹോസ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ലൈനുകളായിട്ടാണ് കേട്ടോ. ഇതിപ്പോ എന്താണ് എക്ലിപ്സ്ഡ് ആണ് അല്ലെ. എക്ലിപ്സ് പറയുമ്പോൾ ഇതിങ്ങനെ അല്ലെ, എച്ചും. അപ്പൊ ഇത് എക്ലിപ്സ്ഡ് ആണ്. ഇത് കാർബൺ, ഫ്രണ്ട് കാർബൺ ആണ്, ഇത് ബാക്ക് കാർബൺ ആണ്. ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്. ആ എച്ചിന്റെ നേരെ ബാക്കിലാണ് എച്ച്. ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ഏതാണ്, സാഹോസ് റെപ്രസെന്റേഷൻ അല്ലെ. ഇവിടെ ഇത് എന്താണ്, ഇത് നമുക്ക് എന്ത് പറയാം, എക്ലിപ്സ്ഡ് എന്ന് പറയാം. ഏതാണ്, എക്ലിപ്സ്ഡ് ആണ് അല്ലെ. എക്ലിപ്സ്ഡ് ആണ്, ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. എന്നാൽ ഇതിലേക്ക് വരുമ്പോ ഇതെന്തായി, ഒരു എച്ച് ഇവിടെ, അതിന് ഓപ്പോസിറ്റ് ഇവിടെയാണ് എച്ച്. ഒരു എച്ച് ഇവിടെ, അതിന് ഓപ്പോസിറ്റ് ഇവിടെയാണ് എച്ച്. ഒരു എച്ച് ഇവിടെ, അതിന് ഓപ്പോസിറ്റ് ഇവിടെയാണ് എച്ച്. ദിസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് സ്റ്റാഗേർഡ്. ഏതാണ്, സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞ ഇതാണ് ഉണ്ടോ, സ്റ്റാഗേർഡ്. അപ്പൊ സ്റ്റാഗേർഡ് കൺഫർമേഷൻ, ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അതിന്റെ ഒരു 3D എടുക്കുകയാണെങ്കിൽ ഇതാണ് ആ സ്റ്റാഗേർഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് സ്റ്റേബിൾ ഉണ്ടോ, ഒരു എച്ച് ഇങ്ങനെ, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച് അല്ലേ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബാക്കിലെ കാർബണിൽ എച്ച് ഇങ്ങനെയാണ് വരുന്നത്. അത് നേരെ ഫ്രണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ വരിക. ഫ്രണ്ട് നേരെ ഇവിടെ നോക്കുമ്പോൾ, ഇവിടുന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വരിക കേട്ടോ. ഇവിടെ ഒരു കാർബൺ, ഒരു എച്ച്,
ഒരു എച്ച്, പിന്നെ ബാക്കിൽ ഒരു കാർബൺ ഉണ്ട്, അതിൽ ഇവിടെയാണ് എച്ച് ഉണ്ടോ, എല്ലാം എന്താണ് ഓപ്പോസിറ്റ് ആണ്. ഈ ആംഗിളിനാണ് എന്താ പറയാ ഡൈഹെഡ്രൽ ആംഗിൾ. ദിസ് ആംഗിൾ എത്രയാണ് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ എക്ലിപ്സ് സ്റ്റാഗേർഡ് ഇങ്ങനെ മാറുമ്പോൾ എന്താ മാറുന്നത്? ബോണ്ട് ലെങ്ത് മാറും, ബോണ്ട് സ്ട്രെങ്ത് മാറോ, ബോണ്ട് ആംഗിൾ മാറോ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആണോ? ഇത് ചോദിച്ച ക്വസ്റ്റൻ ആണ്, നീറ്റിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതായത് ഒരു എക്ലിപ്സ് സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ മാറുമ്പോൾ ബോണ്ട് ലെങ്ത് മാറോ, ബോണ്ട് ആംഗിൾ മാറോ, ബോണ്ട് സ്ട്രെങ്ത് മാറോ? എല്ലാവരുടെ ആൻസർ ബോണ്ട് ആംഗിൾ എന്നായിരിക്കും. ആൻസർ തെറ്റാണ്. നത്തിങ്, ഒന്നും ചേഞ്ച് ചെയ്യില്ല. ബോണ്ട് ആംഗിളും ചേഞ്ച് ചെയ്യില്ല, ബോണ്ട് സ്ട്രെങ്തും ചേഞ്ച് ചെയ്യില്ല, ബോണ്ട് ലെങ്തും ചേഞ്ച് ചെയ്യില്ല. ആകെ ചേഞ്ച് ചെയ്യുന്ന ഡൈഹെഡ്രൽ ആംഗിൾ ആണ്. എന്താണ് ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റത്തിന്റെ മുകളിലെ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് ബോണ്ട് ആംഗിൾ. ദിസ് ഇസ് ബോണ്ട് ആംഗിൾ, ദിസ് ഇസ് ബോണ്ട് ആംഗിൾ, ദിസ് ഇസ് ബോണ്ട് ആംഗിൾ. എന്നാൽ ഇവിടെ നമുക്കുള്ള ഈ ആംഗിൾ പറഞ്ഞാൽ ഈ ആറ്റത്തിന്റെ മുകളിൽ ഒരു ബോണ്ടിന്റെയും ഈ ആറ്റത്തിന്റെ മുകളിലുള്ള ഒരു ബോണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ്. ദിസ് ആംഗിൾ ഈസ് നോട്ട് ബോണ്ട് ആംഗിൾ, ദിസ് ഇസ് ഡൈഹെഡ്രൽ ആംഗിൾ. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ മുകളിൽ രണ്ട് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ ആണ് ബോണ്ട് ആംഗിൾ. ഇവിടെ ഈ ഒരു ബോണ്ടിന്റെയും ഈ ഒരു ബോണ്ടിന്റെയും, ഇത് ഈ ആറ്റത്തിന്റെ മുകളിലാണ്, ഇത് ഈ ആറ്റത്തിന്റെ മുകളിലാണ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ ബോണ്ട് ആംഗിൾ അല്ല, ദാറ്റ് ഇസ് ഡൈഹെഡ്രൽ ആംഗിൾ ആണ്. അപ്പോ എക്ലിപ്സ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ മാറുന്ന സമയത്ത് മാറുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡൈഹെഡ്രൽ ആംഗിൾ ആണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഇത് എന്താണ്? സാഹോസ് പ്രൊജക്ഷൻ ആണ്. ഇനി നമുക്ക് വരുന്നത് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. ന്യൂമാൻ പ്രൊജക്ഷനിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കാർബണിനെ ഒരു ഡോട്ട് ആയിട്ട് എടുക്കുക. ഫ്രണ്ട് കാർബൺ ഒരു ഡോട്ട് ആയിട്ട് എടുത്തു. ആ ഡോട്ട് ബാക്ക് കാർബണിനെ നമ്മൾ ഒരു സർക്കിൾ ആയിട്ടും എടുക്കും. ഫ്രണ്ട് കാർബണിന് ഒരു ഡോട്ട്, ഫ്രണ്ട് കാർബണിന് ഒരു ഡോട്ട് ആയിട്ട് എടുക്കുന്നു, ബാക്ക് കാർബണിന് ഒരു സർക്കിൾ. ഇനി ആ ഫ്രണ്ട് കാർബണിന്റെ മുകളിൽ നമുക്ക് എന്താ ഉള്ളത്? 3 എച്ചുകൾ ഉണ്ട്. ആ 3 എച്ച് ആണ് ഈ കാണുന്നത്. 3 എച്ച് കണ്ടില്ലേ? ഇനി ബാക്ക് കാർബണിന്റെ മുകളിൽ നമുക്കുള്ള എന്താ? ബാക്ക് കാർബണിന്റെ മുകളിൽ നമുക്കുള്ളത് എന്താണ്? എച്ച് ഉണ്ട് അല്ലെ? ആ എച്ച് ബാക്ക് കാർബണിന്റെ മുകളിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നതാ. ബാക്ക് കാർബൺ നേരെ ബാക്ക് വരച്ചാൽ കാണൂല, ജസ്റ്റ് ഒന്ന് തെറ്റിച്ച് വരയ്ക്കാം, അത് കാണാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. ആക്ച്വലി നേരെ ബാക്കിൽ തന്നെ ഉള്ളത്. ഇതാണ് എക്ലിപ്സ്ഡ്. ഇങ്ങനെ കാണിക്കുന്നതിനെ പറയുന്നതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ. ഏതാണ്? ന്യൂമാൻ. കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക ഇതാണ്, ന്യൂമാൻ പ്രൊജക്ഷൻ വരിക. ഓക്കെ, ഇപ്പൊ ന്യൂമാൻ പ്രൊജക്ഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. ഇത് ഇപ്പൊ എക്ലിപ്സ്ഡ് ആണ്. ഇനി സ്റ്റാഗേർഡിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഫ്രണ്ട് കാർബണ് ഒരു ഡോട്ട് വരച്ചു, ബാക്ക് കാർബണ് നമ്മൾ എന്ത് വരച്ചു? ഒരു സർക്കിൾ വരച്ചു. ഫ്രണ്ട് കാർബണിന്റെ മുകളിൽ 3 എച്ചുകൾ ഉണ്ട്. ഇതാ 3 എച്ചുകൾ മക്കളെ, ഇതാ 3 എച്ചുകൾ. ബാക്ക് കാർബണിന്റെ മുകളിലെ 3 എച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരണം. ഇതാണ് സ്റ്റാഗേർഡ്, ഇതാണ് സ്റ്റാഗേർഡ്. ഇവിടെ ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ് ഡൈഹെഡ്രൽ ആംഗിൾ. അപ്പോ ഇതിൽ നമുക്ക് എന്താണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റാഗേർഡും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എക്ലിപ്സും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ് ഡൈഹെഡ്രൽ ആംഗിൾ. ഇവിടെ ആംഗിൾ എത്രയാണ്? 0 ആണ്. ഇവിടേക്ക് വരുമ്പോൾ 60 ആയി അല്ലെ? ഇനി ഇതാണ് ഞാൻ പറഞ്ഞ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞു. ഇത് എന്താണ്? ഇങ്ങോട്ട് തിരിഞ്ഞ്, ഇതിപ്പോ മോസ്റ്റ് സ്റ്റേബിൾ ഏതാണ്? സ്റ്റാഗേർഡ് ആണ്. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് എക്ലിപ്സിലേക്ക് വരുമ്പോൾ ഈ എച്ചും എച്ചും അടുത്ത് വരുമ്പോൾ റിപ്പൽഷൻ ഉണ്ടാവും. ദാറ്റ് റിപ്പൽഷൻ ഇസ് കോൾഡ് ടോർഷണൽ സ്ട്രെയിൻ. അതുകൊണ്ട് ദിസ് ആംഗിൾ ആൾസോ നോൺ ആസ് ടോർഷണൽ ആംഗിൾ. ടോർഷണൽ ആംഗിൾ എന്നും അറിയപ്പെടും. ടോർഷണൽ ആംഗിൾ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര ഡിഗ്രിയാ തിരിഞ്ഞത്? 60 ഡിഗ്രിയിലെ തിരിഞ്ഞത്. 60 ഡിഗ്രിക്ക് പകരം 1 ഡിഗ്രിയോ 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കോമ്പിനേഷൻ പോസിബിൾ അല്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സ്ക്യൂ അല്ല. ഇവിടെ എന്താണ്? ഫ്രണ്ടിൽ കാർബൺ 3 എച്ച് ഇവിടെ നമ്മൾ കൊടുത്തു, 3 എച്ച് കൊടുത്തു. ബാക്കിലെ കാർബണിന്റെ മുകളിൽ എച്ച് ഉണ്ട്, പക്ഷെ അത് 60 ഡിഗ്രി തിരിഞ്ഞിട്ടില്ല. ഒരു 10 അല്ലെങ്കിൽ 15 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രിയെ തിരിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ എക്ലിപ്സ് എന്നും പറയാൻ കഴിയില്ല, സ്റ്റാഗേർഡ് എന്നും പറയാൻ കഴിയില്ല. പറയാ സ്ക്യൂ എന്നാണ്. എന്താണ്? സ്ക്യൂ എന്നാണ് പറയാം. അത് കാണാം, അടുത്ത സ്ലൈഡിലേക്ക് കാണാം. സ്ക്യൂ. അപ്പൊ ഈ സ്റ്റെബിലിറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ സ്റ്റാഗേർഡ് ആണ്, പിന്നെ സ്ക്യൂ ആണ്, ലീസ്റ്റ് സ്റ്റേബിൾ ആണ് ഏത് എക്ലിപ്സ്ഡ്. ഓക്കെ, അതാണ് നമുക്ക് ഇനി അടുത്ത എന്താണ് ചിത്രത്തിൽ കാണുന്നത്. ദിസ് ഇസ് വാട്ട്? എക്ലിപ്സ്ഡ് ആണ്. ഇതാണ് എക്ലിപ്സ്ഡ്. ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഡൈഹെഡ്രൽ ആംഗിൾ 0 ആണ്. ഇത് സ്ക്യൂ ആണ്. ഇതിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഇത് സ്റ്റാഗേർഡ് ആണ്. ഡൈഹെഡ്രൽ ആംഗിൾ എത്രയാണ്? ഡൈഹെഡ്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഡൈഹെഡ്രൽ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. സ്റ്റെബിലിറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ സ്റ്റാഗേർഡ് ആണ്. പിന്നെ സ്ക്യൂ ആണ് സ്റ്റേബിൾ. പിന്നെ ലീസ്റ്റ് സ്റ്റേബിൾ ആണ് എന്ത്? എക്ലിപ്സ്ഡ്. റിപ്പൽഷൻ കുറവാണ്. ഡൈഹെഡ്രൽ ആംഗിൾ 0 ആണ്. സ്റ്റാഗേർഡിൽ എക്ലിപ്സിൽ റിപ്പൽഷൻ കൂടുതലാണ്. ഡൈഹെഡ്രൽ ആംഗിൾ 0 ആണ്. സ്റ്റാഗേർഡിൽ റിപ്പൽഷൻ കുറവാണ്. ഡൈഹെഡ്രൽ ആംഗിൾ 60 ആണ്. ഈ കൺഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മിലുള്ള കൊളിഷൻ കൊണ്ട് തന്നെ മാറുന്നത് കൊണ്ട് ഇതിനെ എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കൺഫർമേഷൻ ഐസോമേഴ്സ് ആർ നോൺ സെപ്പറബിൾ. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതും ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ?
ഓക്കെ ആണല്ലോ. ഇനി ഇത് എന്താണ് ടോർഷണൽ സ്ട്രെയിൻ, എന്താ ഡൈഹെഡ്രൽ ആംഗിൾ. ഈ ഐസോമർസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ബോണ്ട് ലെങ്ത് മാറുന്നില്ല, ബോണ്ട് സ്ട്രെങ്ത് മാറുന്നില്ല, ബോണ്ട് ആംഗിളും മാറുന്നില്ല. മാറുന്നത് എന്താണ്? ഡൈഹെഡ്രൽ ആംഗിൾ മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഈതേലിലെ കൺഫർമേഷൻ ഐസോമർസും പറഞ്ഞു. ഇനി അതിന്റെ ഒരു എനർജിയുടെ ഓർഡർ ആണ്. ഇത് നോക്കൂ, എക്ലിപ്സ് എനർജി വളരെ കുറവാണ്, എനർജി വളരെ കൂടുതലാണ്, സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. 12.5 കിലോ ജൂള് മോസ്റ്റ് സ്റ്റേബിളിനെക്കാളും എനർജി കൂടുതലാണ്. എനർജി കൂടുമ്പോൾ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കുറയും. 12 ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ, എന്ത് സ്റ്റാഗേർഡ്. അപ്പൊ 0 നമ്മൾ തുടങ്ങുകയാണെങ്കിൽ 60 ഡിഗ്രി ആയപ്പോൾ എന്താണ്? മോസ്റ്റ് സ്റ്റേബിൾ, ലീസ്റ്റ് സ്റ്റേബിൾ മോസ്റ്റ് സ്റ്റേബിൾ എത്തി. ഇനി ഒരു 60 കൂടി തിരിഞ്ഞാൽ വീണ്ടും എന്തായി? 12.5 കിലോ ജൂളുള്ള എക്ലിപ്സ് ആയി. വീണ്ടും ഒരു 60 കൂടി തിരിഞ്ഞാൽ വീണ്ടും എന്ത് കിട്ടി? സ്റ്റാഗേർഡ് കിട്ടി, മോസ്റ്റ് സ്റ്റേബിൾ. വീണ്ടും 60 തിരിഞ്ഞാൽ ലീസ്റ്റ് സ്റ്റേബിൾ എക്ലിപ്സ് കിട്ടി. വീണ്ടും 60 തിരിഞ്ഞാൽ എന്ത് കിട്ടി? സ്റ്റാഗേർഡ് കിട്ടി. വീണ്ടും 60 തിരിഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എക്ലിപ്സ് കിട്ടി. അങ്ങനെ നമ്മൾ എക്ലിപ്സ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്? 360 ഡിഗ്രി തിരിയുമ്പോൾ 4 എന്താണ്? എക്ലിപ്സും 3 സ്റ്റാഗേർഡും നമുക്ക് കിട്ടാം. എന്നാൽ സ്റ്റാഗേർഡ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 360 ഡിഗ്രി തിരിയുമ്പോൾ 4 സ്റ്റാഗേർഡും 3 എന്തും കിട്ടും? എക്ലിപ്സും കിട്ടും. അപ്പോ നോക്കൂ, മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഏതാണ്? നമ്മളുടെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മളുടെ സ്റ്റാഗേർഡിന്റെയും ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എക്ലിപ്സിന്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ് എത്രയെന്ന് വെച്ചാൽ 12.5 കിലോ ജൂൾ ആണ്. അതൊരു വലിയ എനർജി ഒന്നുമല്ല. ഈ മോളിക്യൂൾ എന്താണ്? കൊളിഷൻ കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ എനർജി കിട്ടി അത് എക്ലിപ്സിലേക്കും സ്റ്റാഗേർഡിലേക്കും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? നമ്മളുടെ കൺഫർമേഷൻ ഐസോമർസ് ഇൻ ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേനിലേക്ക് വരുമ്പോൾ 4 കാർബൺ, അതിലെ ഫ്രണ്ടിലെ 2 കാർബൺ, മിഡിലുള്ള 2 കാർബണെയാണ് നമ്മൾ ഫ്രണ്ട് കാർബണും ബാക്ക് കാർബൺ ആയിട്ട് എടുക്കുന്നത്. ഇതാണ് ബ്യൂട്ടേൻ. CH3, CH2, CH2, CH3. ഈ ഗ്രീന് കാണുന്ന ഒരു CH3 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇവിടെ CH3, CH2, CH2, CH3. ഇതാണ് നമ്മളുടെ ബ്യൂട്ടേൻ. അപ്പൊ ഇതിൽ ഫ്രണ്ട് കാർബൺ ഇതാണ് മക്കളെ, ബാക്ക് കാർബൺ ഇതാണ്. ഫ്രണ്ട് കാർബണിന്റെ മുകളിൽ നമുക്ക് 2 H ഒരു CH3 ആണ്. ഫ്രണ്ട് കാർബണിന്റെ മുകളിൽ 2 H ഒരു CH3 ആണ്. ഇനി ബാക്ക് കാർബണിന്റെ മുകളിൽ നമുക്കുള്ള എന്താ? ബാക്ക് കാർബണിന്റെ മുകളിൽ നമുക്കുള്ളത് 2 H ഉണ്ട്, ഒരു CH3 ഉണ്ട്. ആ CH3യും CH3 എന്താണ്? അടുത്ത് നിൽക്കുന്നുണ്ടോ? അടുത്ത് നിൽക്കുന്നു. ദിസ് ഈസ് കോൾഡ് എക്ലിപ്സ്ഡ്. ഇതിനാണ് നമ്മൾ എന്താ പറയാ? എക്ലിപ്സ്ഡ്. ഉണ്ടോ? ഇതാണ് എക്ലിപ്സ്ഡ്. എക്ലിപ്സ്ഡ്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 60 ഡിഗ്രി തിരിഞ്ഞപ്പോ 60 ഡിഗ്രി തിരിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? CH3 ഓപ്പോസിറ്റ് വന്നോ? ഇല്ല, ഇല്ല. 60 ഡിഗ്രിയെ തിരിഞ്ഞിട്ടുള്ളൂ. CH3 ഓപ്പോസിറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിനെ സ്റ്റാഗേർഡ് എന്ന് പറയാൻ കഴിയില്ല. ഈ എക്ലിപ്സ് നിന്ന് ഇങ്ങനെ വന്നാൽ 60 ഡിഗ്രി തിരിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? ഈ ബാക്ക് ഫ്രണ്ടിനെ ഞാൻ ഫിക്സ് ആക്കി പിടിച്ചു, ഫ്രണ്ടിനെ ഫിക്സ് ആക്കി പിടിച്ചു, ബാക്ക് ആട്ടാ തിരിഞ്ഞത്. ബാക്കിലെ CH3 എന്ത് ചെയ്തു? ഇങ്ങോട്ട് തിരിഞ്ഞു. 60 ഡിഗ്രി തിരിഞ്ഞാൽ ഈ ബ്യൂട്ടേനിൽ കിട്ടുന്നതിനെ നമ്മൾ സ്റ്റാഗേർഡ് എന്ന് പറയില്ല. എന്നാൽ ഈതയിൽ അത് സ്റ്റാഗേർഡ് ആയിരുന്നു, കാരണം എല്ലാം H ആയിരുന്നു. ഇതിന് നമ്മൾ പറയുന്ന പേര് ഗൗച്ച് എന്നാണ്. ഗൗച്ച് എന്നാണ് പറയാം. ഇനി ഒരു 60 കൂടി തിരിയാണ്. ഒരു 60 കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ തിരിക്കുകയാണ്. ഫ്രണ്ടിനാണ് ഫിക്സ് ആക്കി പിടിച്ചു, ബാക്കിന് ഒരു 60 കൂടി തിരിച്ചപ്പോ ഇതെന്താണ്? H-ഉം CH3 ഒരു ഭാഗത്ത്, H-ഉം CH3 ഒരുപോലെ വന്നു. എക്ലിപ്സ്ഡ് ആണ്, പക്ഷെ H-ഉം CH3 ആണ് ഒരുമിച്ച് വന്നത്. അതുകൊണ്ട് അതിനെ പറയുന്ന പേര് പാർഷ്യലി എക്ലിപ്സ്ഡ് എന്നാണ്. ഏതാണ്? പാർഷ്യലി എക്ലിപ്സ്ഡ് എന്നാണ് പറയാ. പാർഷ്യലി എക്ലിപ്സ്ഡ് എന്നാ പറയാം. ഇപ്പൊ എത്ര ഡിഗ്രി തിരിഞ്ഞു? 120 ഡിഗ്രി തിരിഞ്ഞു. ഒരു 60 കൂടി തിരിഞ്ഞില്ലേ? ഇനി ഒരു 60 കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? തിരിക്കുകയാണ്. ഒരു 60 കൂടി തിരിക്കുമ്പോഴാണ് CH3 ഓപ്പോസിറ്റ്, H-ഉം ഓപ്പോസിറ്റ്, H-ഉം ഓപ്പോസിറ്റ്, എല്ലാം ഓപ്പോസിറ്റ് വന്നു. ശരിയല്ലേ? അതായത് 180 ഡിഗ്രി തിരിയുമ്പോൾ ആണ് നമുക്ക് ഫുള്ളി സ്റ്റാഗേർഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആന്റി എന്ന് പറയുന്നതിനെ ഫുള്ളി സ്റ്റാഗേർഡ്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ആന്റി എന്നും അറിയപ്പെടും. ഫുള്ളി സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ആന്റി. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്യൂട്ടേനില് ഫുള്ളി എക്ലിപ്സ് നിന്ന് ഫുള്ളി സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ആന്റിയിലേക്ക് മാറാൻ 180 ഡിഗ്രി തിരിയണം. മറ്റത് എത്ര തിരിഞ്ഞാൽ മതിയായിരുന്നു? 60 ഡിഗ്രി തിരിഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഇവിടുത്തെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ ഫുള്ളി സ്റ്റാഗേർഡ് ആണ്, അല്ലെങ്കിൽ ആന്റി ആണ്. ഫുള്ളി സ്റ്റാഗേർഡ്. പിന്നെ സ്റ്റേബിൾ ആരാണ്? ഗോച്ച് ആണ് മക്കളെ. ഏതെല്ലാം? പാർഷ്യൽ എക്ലിപ്സ് അല്ല, ഗോച്ച് ആണ്. കാരണം ഗോച്ചിൽ എന്തുണ്ട്? ചെറിയ അകൽച്ച ഉണ്ട്. ഇവിടെ അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ എക്ലിപ്സ്? ഇവിടെ ഈ CH3 റിപ്പൽഷൻ ഉണ്ട്. ഈ 3 അടുപ്പിച്ചുള്ള റിപ്പൽഷൻ വരുമ്പോ ഇവിടുത്തെ ഈ CH3യേക്കാൾ എന്താണ്? നല്ല റിപ്പൽഷൻ ആയതുകൊണ്ട് ഇതിന്റെ സ്റ്റെബിലിറ്റി കുറയും. ഇവിടെ എന്താണ്? അടുത്താണ്, ഇവിടെ അടുത്താണ്, ഇവിടെ അടുത്താണ്. ആക്ച്വലി ഇവിടെ ചെറിയ റിപ്പൽഷനേ ഉള്ളൂ, ഇവിടെ ചെറിയ റിപ്പൽഷനേ ഉള്ളൂ, ഇവിടെ ചെറിയ റിപ്പൽഷനേ ഉള്ളൂ.
എന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല റിപ്പൽഷൻ ഉണ്ട്. പക്ഷെ ഇതിന്റെ 3 ചെറിയ റിപ്പൽഷൻസ് അതേസമയത്ത് ഇവിടെ കാണുന്നിട്ടല്ലേ. ഈ 3 ചെറിയ റിപ്പൽഷൻസ് കൂടുമ്പോൾ നല്ല റിപ്പൽഷൻസ് വരുന്നത് കൊണ്ട് ഏതാണ്? ഗോച്ചിനാണ് സ്റ്റെബിലിറ്റി. പിന്നെ ആരാണ്? പാർഷ്യലി എക്ലിപ്സ്ഡ് ആണ്. പിന്നെ ആണ് എന്ത്? എക്ലിപ്സ്ഡ് അല്ലെങ്കിൽ ഫുള്ളി എക്ലിപ്സ്ഡ്. അത് നമ്മൾ ഫുള്ളി എക്ലിപ്സ്ഡ് എന്നും പറയും. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. എന്താണ്? സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. അപ്പൊ ബ്യൂട്ടൈനിൽ ഓർക്കുക, മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റാഗേർഡും ലീസ്റ്റ് സ്റ്റേബിൾ ഫുള്ളി എക്ലിപ്സ്ഡും എന്താണ് തമ്മിൽ 180 ഡിഗ്രി വ്യത്യാസം, അല്ലെങ്കിൽ 3 തവണ തിരിയുമ്പോഴാണ് കിട്ടുക. മറ്റൊരു 60 ഡിഗ്രി തിരിഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഫുള്ളി സ്റ്റാഗേർഡ്, ഗോച്ച്, പാർഷ്യലി എക്ലിപ്സ്ഡ്, ഫുള്ളി എക്ലിപ്സ്ഡ്. ദിസ് ഈസ് ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. എവിടെ? ബ്യൂട്ടൈനിൽ. അതിന്റെ ഒരു ഡയഗ്രാം ആണ് നമ്മൾ ഈ കാണുന്നത്. ലീസ്റ്റ് സ്റ്റേബിൾ ഫുള്ളി എക്ലിപ്സ്ഡ് അല്ലെ, ഫുള്ളി എക്ലിപ്സ്ഡ്. അതുപോലെ തന്നെ എന്താണ്? ഏതാണ് നമ്മളുടെ മോസ്റ്റ് സ്റ്റേബിൾ ഫുള്ളി സ്റ്റാഗേർഡ് അല്ലെ. ഈ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളതിന് 19 കിലോ ജൂൾ പെർ മോൾ എനർജി ഉണ്ട്. അതേ സമയത്ത് ഈ എന്താണ് ഗോച്ചിനുണ്ടോ? ഗോച്ച് എന്താ? ഗോച്ചും ഇതും തമ്മിൽ എത്രയാ? 3.8 ആണ്. ഗോച്ച് എത്രയാ? ഗോച്ചിന് എന്താണ് എനർജി? 3.8 കിലോ ജൂൾ ആണ്. മനസ്സിലാവും? മറ്റേത് എത്രയാണ്? 19 ആണ്. അതേ സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കും, ഈ പാർഷ്യലി എക്ലിപ്സ്ഡിന്റെ എന്താണ്? 16 ആണ്. അപ്പൊ 16 നിങ്ങൾ ആ ഓർഡർ നോക്കിയാൽ കറക്റ്റ് സ്റ്റെബിലിറ്റി മനസ്സിലാവും. കണ്ടോ? ഇത് 19 കിലോ ജൂൾ എനർജിയാണ്, ഇത് 16 ആണ്. അതേ സമയത്ത് ഈ ഗോച്ചിന് 3.8 ആണ്. അതേ സമയത്ത് ഏറ്റവും എനർജി കുറവുള്ളത് ആരാണ്? ഏറ്റവും എനർജി കുറവുള്ളത് നമ്മളുടെ സ്റ്റാഗേർഡ് ആണ്. ഈ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഫുള്ളി എന്താണ് എക്ലിപ്സ്ഡ് എനർജി ഇവിടെയാണ്. പിന്നെ ഇത് ഗോച്ച് ആണ്, ഇത് ഫുള്ളി പാർഷ്യലി എക്ലിപ്സ്ഡ് ആണ്, പാർഷ്യലി എക്ലിപ്സ്ഡ് ആണ്, ഇത് പാർഷ്യലി എക്ലിപ്സ്ഡ് ആണ്, ഇത് പാർഷ്യലി എക്ലിപ്സ്ഡ് ആണ്, ഇത് ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്, ഇത് ഏതാണ്? ഗോച്ച് ആണ്. ഏറ്റവും താഴെ അതായത് എനർജി ഏറ്റവും കുറവുള്ളത് ഏതാണ്? സ്റ്റാഗേർഡ് ആന്റി ആണ്. അപ്പൊ 360 ഡിഗ്രി തിരിയുന്ന സമയത്ത് നിങ്ങൾ എന്താണ്? ഫുള്ളി എക്ലിപ്സ്ഡ് ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 2 ഫുള്ളി എക്ലിപ്സ്ഡും 2 പാർഷ്യലി എക്ലിപ്സ്ഡും 2 ഗോച്ചും 1 ഫുള്ളി സ്റ്റാഗേർഡും നമുക്ക് കിട്ടും. എപ്പോ? 360 ഡിഗ്രി തിരിയുമ്പോ. എവിടെ? ബ്യൂട്ടൈനിൽ. നോക്കൂ, പാർഷ്യലി എക്ലിപ്സ്ഡ്, ഫുള്ളി എക്ലിപ്സ്ഡ്, ഗോച്ച് ഉണ്ട്, ഫുള്ളി എക്ലിപ്സ്ഡ്, ഫുള്ളി സ്റ്റാഗേർഡ് ആന്റിയിലേക്ക് വരാൻ 60 തിരിഞ്ഞാൽ പോരാ, 180 ഡിഗ്രി തിരിയണം എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ചില മോളിക്യൂള് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇപ്പൊ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന മോളിക്യൂള്, എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന മോളിക്യൂളില് ഇവിടെ ഒരു OH ഉണ്ട്. ഒരു OH വന്നിട്ട് അപ്പുറത്ത് ഒരു NH2 വരിക, അല്ലെങ്കിൽ ഒരു OH വരിക, അല്ലെങ്കിൽ ഒരു NO2 വരിക, അല്ലെങ്കിൽ ഒരു COOH വരിക, അല്ലെങ്കിൽ ഒരു CHO വരിക. ഇവരാരെങ്കിലും വന്നാൽ നിങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ ഫ്ലൂറിൻ വരിക, ഫ്ലൂറിൻ പറ്റും, ഫ്ലൂറിൻ ഒക്കെ വരിക. ഇവരാരെങ്കിലും വന്നാൽ നിങ്ങൾ നോക്കൂ, ഇപ്പോ എന്താണ്? ഒരു OH വന്നു, ഫ്രണ്ട് കാർബൺ നമ്മൾ ഒരു OH വന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, OH ഉണ്ട്. ബാക്ക് കാർബണിന്റെ മുകളിൽ ഒരു ഫ്ലൂറിൻ ആണ് വന്നത്. അപ്പൊ ഇതെന്താ? ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്, ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്, ഫുള്ളി എക്ലിപ്സ്ഡ് ആണ് അല്ലെ, എക്ലിപ്സ്ഡ് ആണ്. ഇത് ഗോച്ച് ആണ്, ഇത് ഗോച്ച് ആണ്, ഇത് ഗോച്ച് ആണ്. ഇത് ഏതാ? ഫുള്ളി സ്റ്റാഗേർഡ് ആണ്, ഫുള്ളി സ്റ്റാഗേർഡ് ആണ്, ഫുള്ളി സ്റ്റാഗേർഡ് ആണ്. ഇതിൽ ആരാണ് മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഫുള്ളി സ്റ്റാഗേർഡ് ആണ്. അല്ല, ഫുള്ളി സ്റ്റാഗേർഡ് അല്ല, ഗോച്ച് ആണ്. കാരണം ഗോച്ച് ആകുന്ന സമയത്ത് ഈ OHലെ Hഉം ഈ ഫ്ലൂറിനും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യും. ആ ഹൈഡ്രജൻ, അപ്പൊ നിങ്ങൾ ചോദിക്കും, നേരെ ഫ്ലൂറിന്റെ നേരെ ബാക്കിൽ വന്നാൽ ഹൈഡ്രജൻ ബോണ്ട് ഓപ്പറേറ്റ് ചെയ്യൂലേ? അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും റിപ്പൽഷൻ ഉണ്ടാകും. കാരണം ഫ്ലൂറിന്റെ മുകളിൽ നമുക്കറിയാം 3 ലോൺ പെയർ ഉണ്ട്, ബാക്കിലുള്ള ഓക്സിജന്റെ മുകളിൽ എന്തുണ്ട്? 2 ലോൺ പെയർ ഉണ്ട്. മാത്രമല്ല H ഓപ്പോസിറ്റിലേക്കാണ് നിൽക്കുക. അതായത് ഈ ഫ്ലൂറിനും ഓക്സിജനുള്ള റിപ്പൽഷൻ കൊണ്ട് H ഫ്ലൂറിന്റെ അടുത്തേക്കല്ല, H എങ്ങോട്ടാ നിൽക്കുക? അതായത് ഇതിന്റെ മുകളിൽ ഒരു H ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ എന്താണ്? ഇത് ഫ്ലൂറിൻ ആണ്. ഇതിന്റെ മുകളിൽ എന്താണ്? H ഉണ്ടെങ്കിൽ ആ H ഇങ്ങോട്ടാ നിൽക്കുക, അങ്ങോട്ടല്ല നിൽക്കുക. കാരണം റിപ്പൽഷൻ ആണിത് അല്ലെ. അപ്പൊ നല്ല ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതേസമയത്ത് ഇതൊന്നും കൂടെ തെറ്റിക്കൊടുത്താൽ
എന്താ ഉണ്ടാവുക, ഇവിടുത്തെ എച്ച് ഇങ്ങോട്ട് നിൽക്കും, ഇവിടുത്തെ ലോൺ പെയർ എന്ത് ചെയ്യും, അതിനെ അട്രാക്ട് ചെയ്യും അല്ലെ, ആ റിപ്പൽഷൻ കുറയും. അതായത് ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ കുറയുകയും ചെയ്യും, എന്നാൽ ഹൈഡ്രജൻ എന്ത് ചെയ്യും, കുറച്ച് അങ്ങോട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ എന്തുണ്ടാവും, ഹൈഡ്രജൻ ബോണ്ട് വരും. ആ ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് കൊണ്ട് ഇവിടെ ഏറ്റവും സ്റ്റേബിൾ ആരാണ്, ഗോച്ച് ആണ്. ആരാണ് സ്റ്റേബിൾ, ഗോച്ച് ആണ് സ്റ്റേബിൾ. പിന്നെയാണ് ആരുള്ളത്, സ്റ്റാഗേർഡ് ഉള്ളത്. ആരുള്ളത്, സ്റ്റാഗേർഡ് അല്ലെങ്കിൽ ആന്റി ഉള്ളത്. പിന്നെയാണ് പാർഷ്യലി എക്ലിപ്സ്ഡ് ഉള്ളത്. പിന്നെയാണ് എന്ത്, ഫുള്ളി എക്ലിപ്സ്ഡ്. ദിസ് ഈസ് ദ സ്റ്റെബിലിറ്റി ഓർഡർ. എപ്പോ ഒരു കാർബണിന്റെ മുകളിൽ OH വന്നിട്ട് അപ്പുറത്തെ കാർബണിന്റെ മുകളിൽ എന്താണ്, 2H കഴിഞ്ഞ് NH2 OH NO2 COH CHO ഫ്ലൂറിൻ പോലുള്ള ഗ്രൂപ്പുകൾ വന്നാൽ അവിടെ ഫുള്ളി സ്റ്റാഗേർഡിനെക്കാളും സ്റ്റേബിൾ ഗോച്ച് ആണ്. എന്തുകൊണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട്. ഈ കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം. മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത എന്താ, നിങ്ങൾ നോക്കൂ, കൺഫർമേഷൻ ഇൻ സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈനിലെ കൺഫർമേഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ സൈക്ലോഹെക്സൈന്റെ കൺഫർമേഷൻ, സാധാരണ നമ്മൾ സൈക്ലോഹെക്സൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ നേരിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരക്കലല്ലേ സൈക്ലോഹെക്സൈന്. പക്ഷെ അങ്ങനെ ഒരു സൈക്ലോഹെക്സൈൻ വരച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇതാണ് നമ്മൾ സൈക്ലോഹെക്സൈൻ വരയ്ക്കുക അല്ലെ. ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇങ്ങനെ എച്ചുകൾ ഉണ്ട് അല്ലെ. ഇങ്ങനെ നമ്മൾ സൈക്ലോഹെക്സൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ മോളിക്യൂള്. ഈ മോളിക്യൂള് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നോക്കൂ, ഇവിടെ എല്ലാം എക്ലിപ്സ്ഡ് ആണോ, ഈ എച്ചും എക്ലിപ്സ്ഡ് ഉണ്ടോ, ഈ എച്ച് ഒരേപോലെ അല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, ഈ എച്ച് എന്താ, എക്ലിപ്സ്ഡ് ഉണ്ടോ, ഈ എച്ച് എല്ലാ എച്ചുകളും എക്ലിപ്സ്ഡ് ആയിട്ടാ വരിക. എക്ലിപ്സ്ഡ് വന്ന സ്റ്റെബിലിറ്റി എന്താണ്, കുറവല്ലേ. എക്ലിപ്സ് എന്ന സ്റ്റെബിലിറ്റി എന്താണ്, കുറവല്ലേ. അപ്പൊ ഇതിന്റെ സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പൊ ഇങ്ങനെ അല്ല നമ്മൾ സാധാരണ 2 ഡയമെൻഷനിൽ ഇങ്ങനെ വരയ്ക്കാറുണ്ടെങ്കിലും ഇതല്ല എന്ത്, സൈക്ലോഹെക്സൈന്റെ സ്റ്റേബിൾ. കാരണം സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഈ എക്ലിപ്സ് ഉണ്ടോ, അതൊക്കെ ഒരേ ലൈനിലാണ് വരുന്നത്. എക്ലിപ്സ് ഉണ്ടോ, ഈ ബോണ്ടുകൾ രണ്ടും ഒരേ ലൈനിലാണ് വരുന്നത്. എക്ലിപ്സ് അല്ലേ. അപ്പൊ എക്ലിപ്സ് മാറ്റി എന്താണ്, സ്റ്റാഗേർഡിലേക്ക് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യാ, ഈ അറ്റം അങ്ങോട്ട് പൊങ്ങുന്നു, ഈ അറ്റം അങ്ങോട്ട് പൊങ്ങുന്നു, ഈ അറ്റം അങ്ങോട്ട് താഴുന്നു. അപ്പൊ അതൊരു ചെയർ പോലെ ആയി അല്ലെ. അതായത് ഇങ്ങനെ ഒരു ചെയർ പോലെ ആയി. ഈ ചെയർ പോലെ ആയാലുണ്ടാകുന്ന എന്താണ് ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, എല്ലാ ബോണ്ടുകളും എന്ത് രൂപത്തിലേക്ക് മാറും, സ്റ്റാഗേർഡ് രൂപത്തിലേക്ക് മാറണ്ടോ. ഇവിടെ ഇപ്പൊ എന്തായി, ഇതിന്റെ രണ്ടിന്റെ ഇടയിലല്ലത് വരുന്നുണ്ടോ, ഇതിന് രണ്ടിന്റെ ഇടയിലാണിത് വരുന്നത് അല്ലെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാഗേർഡ് എല്ലാ ബോണ്ടുകളും സ്റ്റാഗേർഡ് രൂപത്തിലാണ് വരിക. അതിന്റെ 3D നിങ്ങൾക്ക് കാണുമ്പോൾ കാര്യം മനസ്സിലാവും. ഇതാണ് ആ സംഭവം. ഇതിനെ ചെയർ ഫോം എന്നാ പറയാ, ചെയർ ഫോം. ഇതിനെ ചെയർ ഫോം എന്നാ പറയാണ്ടോ. ഒക്കെ സ്റ്റാഗേർഡിലുണ്ടാവുക അല്ലെ. അതായത് ഈ ബോണ്ടും എന്താണ്, സ്റ്റാഗേർഡിലാണ്. ഇതിന്റെ അതായത് ഇവിടെ 2 എച്ചുകൾ കണ്ടോ, ഈ 2 എച്ചിന്റെ സെന്ററിലൂടെയാണ് ഈ എച്ച് ഉള്ളത് കണ്ടോ. എച്ചിന്റെ 2 സെന്ററിലൂടെ എച്ച് വരിക. ഇനി വേണം ഞാൻ ഇതിന്റെ ശരിക്കുള്ള 3D നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണിച്ചു തരാം. സൈക്ലോഹെക്സൈൻ എന്ന സാധനം, ഈ സൈക്ലോഹെക്സൈന്റെ 3D ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. എന്താണ് ഉണ്ടോ, ഇതാണ് സംഭവം. ഇതിനെ നിങ്ങളൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കുകൊണ്ടോ, ഇത് ഒരു ചെയർ പോലെയാണുള്ളത്. ആ ഹൈഡ്രജൻ അങ്ങ് ഒഴിവാക്കിയ കാര്യം കറക്റ്റ് മനസ്സിലാവും. ഇതാണ് ആ എന്താണ്, ഒരു ചെയർ പോലെയാണുള്ളത്. എല്ലാം എന്താണ്, ഇതേ നോക്ക് ഉണ്ടോ, ഇതെന്താ ഉണ്ടോ, ഈ 2 ഹൈഡ്രജന്റെ നേരെ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടോ, ഈ 2 ഹൈഡ്രജന്റെ ഇടയിലൂടെയാണ് ഇതുള്ളത് കണ്ടോ. എല്ലാം അങ്ങനെ തന്നെ വരിക. ഈ രണ്ട് ഹൈഡ്രജൻ ഇവിടെ കാണുന്നുണ്ടോ, ഈ 2 ഹൈഡ്രജന്റെ എന്താണ്, ഈ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അതിന്റെ സെന്ററിലാണ് ഇത് വരുന്നത് കണ്ടോ. അങ്ങനെ എല്ലാം എന്താണ്, ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന എന്താണ് സംഭവം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കാര്യം മനസ്സിലാവും. വേണമെങ്കിൽ നമുക്ക് ആ എച്ച് ഒന്ന് കളഞ്ഞു നോക്കാം. എച്ച് കളഞ്ഞ കാര്യം കറക്റ്റ് മനസ്സിലാവും. ഒരു ചെയർ പോലെയുള്ളത് ഉണ്ടോ, ഒരു ചെയർ പോലെ ഉണ്ടോ, ഒരു ചെയർ പോലെയാണുള്ളത് ഉണ്ടോ, ഒരു ചെയർ പോലെയാണ് ഇതിന്റെ കൺഫർമേഷൻ ഉള്ളത്. അങ്ങനെ വന്നാൽ എല്ലാ ഹൈഡ്രജൻസും എന്തിൽ വരും, ഓപ്പോസിറ്റ് എന്താണ്, എക്ലിപ്സ്ഡ് ആയിട്ട് വരും. സ്റ്റാഗേർഡ് ആയിട്ട് വരും. എല്ലാ ഹൈഡ്രജൻ എന്തായിട്ട് വരും, സ്റ്റാഗേർഡ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് വരും, അവിടെ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ചെയർ ഫോം എന്ന് പറയാം. അപ്പൊ ഈ ചെയർ ഫോമിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് സൈക്ലോഹെക്സൈന്റെ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയർ ഫോം ആണ്. മക്കളെ ഓർത്ത് വെക്കണം. ദിസ് ചെയർ ഫോം ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് സൈക്ലോഹെക്സൈൻ. ഇതാണ് ആ ചെയർ ഫോം. ഇനി ആ ചെയർ ഫോമിലേക്ക് വരുന്ന സമയത്ത് എല്ലാം എന്താണ്, സ്റ്റാഗേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ആ ചെയർ ഫോം. നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിൽ ഇതാണ് ആ ചെയർ ഫോം. ഈ ചെയർ ഫോമിൽ ഇതിവിടെ പൊങ്ങിയിട്ടാണുള്ളത്. ഇത് കണ്ടോ, പൊങ്ങിയിട്ടാണല്ലോ. ഇതിവിടെ താഴ്ന്നിട്ടുള്ളത് അല്ലെ. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പൊ എന്താണ് ഇവിടെ ഇങ്ങനെയുള്ളത് ഒരു ചെയർ മാതിരി.
ഇനി നിങ്ങൾ നോക്കൂ, ഏത് എന്താണ് രണ്ട് ബോണ്ട് നിങ്ങൾ എടുത്തു നോക്ക്, ഓപ്പോസിറ്റ് ഈ രണ്ട് ബോണ്ടിന്റെ ഇടയിലല്ലേ ഇത് വരുന്നത്, കണ്ടോ. ഇനി ഈ രണ്ട് ബോണ്ടിന്റെ ഇടയിലാണ് ഇത് വരുന്നത്. എങ്ങനെ എടുത്താലും ഈ രണ്ട് ബോണ്ടിന്റെ ഇടയിലാണ് ഇത് വരുന്നത്. ഈ രണ്ട് ബോണ്ടിന്റെ ഇടയിലാണ് ഇത് വരുന്നത്. ഒക്കെ എന്താണ്, എല്ലാ ആറ്റങ്ങളും എന്തിലേക്ക് വരും, സ്റ്റാഗേർഡിലേക്ക് വരും. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടും. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അപ്പൊ സൈക്ലോഹെക്സൈന്റെ ഏറ്റവും സ്റ്റേബിൾ കൺഫർമേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർ ആണ് എന്നത് മറന്നു പോകരുത്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെയർ ഞാൻ എടുക്കുമ്പോൾ, ഇപ്പൊ എന്റെ കയ്യിൽ ഈ ചെയർ വെച്ചപ്പോ എന്റെ കയ്യിൽ തട്ടി നിൽക്കുന്ന 3 ബോണ്ടുകളിലെ ആ ബോണ്ടുകളെ നമ്മൾ പറയുന്ന പേരാണ് ആക്സിയൽ ബോണ്ട്. അപ്പൊ ഇവിടുത്തെ ആക്സിൽ ഏതാന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഇതാണ് ആക്സിൽ. ഇവിടെ ഒരു എച്ച് ഉണ്ടാവും, ഇവിടെ ഒരു എച്ച് ഉണ്ടാവും, ഇവിടെ ഒരു എച്ച് ഉണ്ടാവും. ഇനി ഈ ചെയർ, ഈ കൺഫർമേഷൻ ഞാൻ മറിച്ചിടുകയാണെങ്കിൽ എന്റെ കൈ തട്ടുന്ന എന്താ, ഈ 3 എണ്ണല്ലേ, ഈ 3 എണ്ണം കൈ നിൽക്കുന്ന അല്ലെ, കയ്യിൽ തട്ടി നിൽക്കുന്നത് അതും ആക്സിലാണ്. അപ്പൊ ആക്സിൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെയുണ്ട്. ഇത് രണ്ടും പെടാത്ത സൈഡിലേക്ക് തെറിച്ച് നിൽക്കുന്ന ആറ്റങ്ങളില്ലേ, അവരെ പറയുന്ന പേരാണ് ഇക്വിറ്റോറിയൽ എന്നത്. എന്താണ് ഇക്വിറ്റോറിയൽ? അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ആക്സിലാണ്. ഇനി ഇവിടെയും നമുക്ക് എന്തുണ്ട്, ആക്സിൽ ഉണ്ട്. ഇവിടെയും ആക്സിൽ ഉണ്ട്, ഇതും ആക്സിലാണ്. ഇത് 3ഉം എന്താണ്, ആക്സിലാണ് മക്കളെ. താഴെയുള്ളതും എന്താണ്, ആക്സിലാണ്. ഇനി ഇവരല്ലാത്ത സൈഡിലേക്ക് തെറിച്ച് നിൽക്കുന്ന ആളുകൾ, ഇവിടേക്ക് തെറിച്ചിരിക്കുന്ന ഒരാളുണ്ട്, ഇവിടേക്ക് തെറിച്ച്, ഞാൻ ഈ പിങ്കിൽ കാണിക്കുന്നതൊക്കെ ഇക്വിറ്റോറിയൽ ബോണ്ടുകളാണ്. ഇക്വിറ്റോറിയൽ അത് എന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇതിൽ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ വരാണ്ട് നമുക്ക്. അപ്പൊ ആക്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ചാൽ എന്റെ കയ്യിൽ തട്ടി നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ, ആക്സിൽ. കണ്ടോ, ആക്സിൽ ഇവിടെ, ഇത് ആക്സിൽ, ഇത് ഇക്വിറ്റോറിയൽ. അപ്പൊ ആക്സിൽ ഏതാ, ഇക്വിറ്റോറിയൽ ഏതാ എന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? അതിലേക്ക് ഞാൻ വരാം, അത് നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ പുറമെ ഇനി ഈ സൈക്ലോഹെക്സൈന് ഇത് മാത്രമാണോ നമ്മളുടെ കൺഫർമേഷൻ? അല്ല, ഇതല്ലാത്ത കൺഫർമേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാ നോക്കൂ. സൈക്ലോഹെക്സൈന് ഇതല്ലാത്ത കൺഫർമേഷൻ ഉണ്ട്. അത് ഒന്ന് ഹാഫ് ചെയർ ആണ്. ഹാഫ് ചെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഈ ഭാഗം പൊങ്ങിയിട്ടും ഈ ഭാഗം താഴ്ന്നിട്ടും ഉണ്ട്. അതിന് പകരം ഈ ഭാഗം നേരെ തന്നെ നിൽക്കുന്നു. നമ്മൾ നേരത്തെ സൈക്ലോഹെക്സൈൻ വരച്ചില്ലേ, സൈക്ലോഹെക്സൈൻ വരച്ച് ഇങ്ങനെ അതിന് വരച്ചിരുന്നില്ലേ. അപ്പം ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഒന്ന് എന്താണ് ഇങ്ങോട്ട് എടുത്തു, ഒന്ന് ഇങ്ങോട്ട് എടുത്തു, ഇതാണ് ചെയർ. എന്നാൽ ഹാഫ് ചെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ പൊങ്ങി ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്, താഴോട്ട് താന്നില്ല. ഇതാണ് ഹാഫ് ചെയർ. ഇനി മറ്റൊന്ന് ബോട്ട് ഉണ്ട്. ബോട്ട് എന്താ, 2 ഭാഗം മുകളിലേക്ക് പൊങ്ങി നിൽക്കണം. അപ്പൊ ഈ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻ, ബോട്ടിന്റെ ഫ്ലാഗ് പോൾ പറഞ്ഞതല്ലേ, അപ്പൊ ഈ ഫ്ലാഗ് പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇത് ബോട്ട് ആയി കഴിഞ്ഞാൽ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻ അടുത്ത് വരുമ്പോ എന്ത് വരും, സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ, ഇത് ഹാഫ് ചെയർ ആണ്, ഇത് ബോട്ടാണ്. ഇനി ടിസ്റ്റ് ബോട്ട് അത് ഇങ്ങനെ പിരിഞ്ഞു വരണം, അങ്ങനെ പിരിഞ്ഞാൽ പൊട്ടിപ്പോകും, അതുകൊണ്ട് ഞാൻ വരക്കുന്നില്ല. ടിസ്റ്റ് ബോട്ട് എന്ന സാധനം ഉണ്ട്, ടിസ്റ്റ് ബോട്ട്. പിന്നെ ചെയർ ഉണ്ട്. ഈ 4 കൺഫർമേഷൻസും സൈക്ലോഹെക്സൈനിന് പോസിബിൾ ആണ്. ചില സ്ഥലങ്ങളിൽ ബോട്ട് ഫോം ചെയ്യും, ചില സ്ഥലങ്ങളിൽ എന്താണ് ചെയർ ഫോം ചെയ്യും, ടിസ്റ്റ് ബോട്ട് ഒക്കെ ഫോം ചെയ്യും. ഓക്കെ, അതിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന സൈക്ലോഹെക്സൈൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിസ്റ്റ് ബോട്ട് ആട്ടോ. അത് ഞാൻ ഒപ്റ്റിക്കൽ ഐസോമറിസം പറയാം. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന സൈക്ലോഹെക്സൈന്റെ എന്താണ് കൺഫർമേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടിസ്റ്റ് ബോട്ടാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാം. ഓക്കെ, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുക, ഞാൻ ഒപ്റ്റിക്കൽ ഐസോമറിസം പറയുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 കൺഫർമേഷൻ ഈ സൈക്ലോഹെക്സൈന് പോസിബിൾ ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാണ്, ചെയർ, പിന്നെ ടിസ്റ്റ് ബോട്ട്, പിന്നെ എന്താണ് ബോട്ട്, ലീസ്റ്റ് സ്റ്റേബിൾ ഹാഫ് ചെയർ ആണ്. ഇത് എന്താണ് സൈക്ലോഹെക്സൈന്റെ ഒരു സ്റ്റെബിലിറ്റിന്റെ ഓർഡർ ആണ്, ഓർത്ത് വെക്കുക. ഇതാണ് ആ ഒരു ഗ്രാഫ് വരികയാണെങ്കിൽ ഹാഫ് ചെയറിന് 11 കിലോ കലോറി എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ എനർജി കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. എന്നാൽ ഏറ്റവും എനർജി കുറവുള്ളത് ചെയറിനാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. പിന്നെ ബോട്ടിന് എന്തുണ്ട്, 7 കിലോ കലോറി എനർജി ഉണ്ട്. എന്നാൽ ഹാഫ് ചെയറിനെക്കാളും എന്താണ് എനർജി കുറവാണ്, അതുകൊണ്ട് ഹാഫ് ചെയറിനെക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ്. എന്നാൽ ചെയറിനെക്കാളും എന്താണ് സ്റ്റെബിലിറ്റി കുറവാണ്. ടിസ്റ്റ് ബോട്ടിന് 5.5 ആണ്, ബോട്ടിനെക്കാളും എനർജി കുറവാണ്, അതുകൊണ്ട് ബോട്ടിനെക്കാളും സ്റ്റെബിലിറ്റി കൂടുതലാണ്. എന്നാൽ ഹാഫ് ചെയറിനെക്കാളും എനർജി കൂടുതലാണ്, ചെയറിനെക്കാളും സ്റ്റെബിലിറ്റി എന്താണ് കുറവാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. മോസ്റ്റ് സ്റ്റേബിൾ,
പിന്നെ ആരാണ്? ടിസ്റ്റ് ബോട്ട് ലീസ്റ്റ് സ്റ്റേബിൾ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന്റെ സ്റ്റെബിലിറ്റിന്റെ ഓർഡർ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് വരുന്നത് ഈ സൈക്ലോഹെക്സൈലിലെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ ആണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനുള്ള സൈക്ലോഹെക്സൈൻ. അതായത് ഈ സൈക്ലോഹെക്സൈന്റെ മുകളിൽ ഒരു ഏതെങ്കിലും ഗ്രൂപ്പ് വരുന്നു, എച്ച് പോയിട്ട് ഒരു ഗ്രൂപ്പ് വരുന്നു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? എച്ച് പോയിട്ട് CH3 ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എച്ച് പോയിട്ട് ഞാൻ ഇവിടെ ഒരു CH3 കൊടുക്കുകയാണ്. ഇതിപ്പോ ഞാൻ കൊടുത്തത് എവിടെയാ കൊടുത്തത്? ആക്സിയലിലാണോ ഇക്വിറ്റോറിയലിലാണോ? ഇതേ നോക്കൂ, എന്റെ കയ്യിൽ നിൽക്കുന്ന സ്ഥലമല്ലായിരുന്നു ഇത്. എന്റെ കയ്യിൽ കൈ ഇങ്ങനെ വെച്ചാൽ കൈ തട്ടി നിൽക്കുന്ന ആറ്റമല്ലേ ഇത്. അപ്പൊ ആക്സിയലിലാണ് ഞാൻ കൊടുത്തത് അല്ലെ. ആക്സിയലിൽ കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാൻ ആക്സിയലിലാണ് കൊടുത്തത്. അപ്പൊ ആക്സിയലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്സിയലിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ആക്സിയലിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ആ രണ്ട് ഹൈഡ്രജന്റെ അടുത്താണ് ഇത് വരിക. ഉറപ്പാണ് തൊട്ടടുത്ത ആറ്റത്തിൽ നിന്ന് റിപ്പൽഷൻ ഉണ്ടാവും. നമ്മൾ നോക്കണ്ട, അതെന്തായാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഈ കാർബൺ ഇത് ഒന്നാമത്തെ കാർബൺ എടുക്കുകയാണെങ്കിൽ 1, 2, രണ്ടാമത്തെ കാർബണിൽ എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ട്. 3, 4, 5, 6, 1 6 റിപ്പൽഷൻ ഉണ്ട്. അതേ സമയത്ത് ഈ ആക്സിയലിൽ നിങ്ങൾ കൊടുത്താൽ അതിന് 2, 6 പുറമെ 3, 5 ഹൈഡ്രജൻ അതിന്റെ അടുത്തല്ലേ വരുന്നത്. 3, 5 ഹൈഡ്രജൻ അതിന്റെ അടുത്ത് വരുന്നു. അതായത് എന്താ? ഈ 3 and ഇത് 1 ആണെങ്കിൽ ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 2, 6 നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് അടുത്താണ്, എന്താ റിപ്പൽഷൻ ഉണ്ടാവും. അതിന്റെ പുറമെ 3, 5 ഉള്ള ഹൈഡ്രജൻ ഇതിന്റെ അടുത്ത് വരുന്നത് കൊണ്ട് റിപ്പൽഷൻ കൂടും. എന്ത് കൂടും? റിപ്പൽഷൻ കൂടും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതേ സമയത്ത് ഇത് ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് ആക്സിയൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇക്വിറ്റോറിയൽ പൊസിഷനിൽ കൊടുക്കുകയാണ്. ഇക്വിറ്റോറിയൽ പൊസിഷനിൽ ഞാൻ കൊടുത്തു. ഇക്വിറ്റോറിയൽ പൊസിഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്ക്, എന്താ? തൊട്ടടുത്ത 2, 6 റിപ്പൽഷൻ ഉണ്ടാവും, നമുക്ക് തടയാൻ കഴിയില്ല. 2, 6 ഉണ്ട്. അതേ സമയത്ത് ഈ മൂന്നാമത്തെ ഹൈഡ്രജന് അകലം കൂടിയില്ലേ, റിപ്പൽഷൻ കുറഞ്ഞില്ലേ? മൂന്നാമത്തെ കാർബണ്ടമുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്തു? അകലം കൂടി. അതായത് ഇത് ആക്സിയൽ ഹൈഡ്രജൻ, ഇക്വിറ്റോറിയൽ CH3 ഉണ്ട്. ഈ ഇത് 2, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. 3ലെയും 5ലെയും ഹൈഡ്രജന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് കൂടി എന്ന് പറഞ്ഞാൽ, അകലം കൂടി എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടി, റിപ്പൽഷൻ കുറഞ്ഞു അല്ലെ. അപ്പൊ ഏതാണ് സ്റ്റേബിൾ? ഓർക്കുക, ഇക്വിറ്റോറിയൽ ആണ് മോർ സ്റ്റേബിൾ. അപ്പൊ ഇനി ഓർത്ത് വെച്ചോളൂ, മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻ ആണെങ്കിൽ ആക്സിയലിനെക്കാളും സ്റ്റേബിൾ ഇക്വിറ്റോറിയൽ ആണ്. എന്തുകൊണ്ട്? ഇക്വിറ്റോറിയൽ ആകുമ്പോൾ 3 and 5 ഹൈഡ്രജൻ എന്നുള്ള അകലം കൂടും, റിപ്പൽഷൻ കുറയും, സ്റ്റെബിലിറ്റി കൂടും. ആക്സിയലിലാവുമ്പോ 3 and 5 എന്ത് വരും? ആ അകലം കുറയും, റിപ്പൽഷൻ കൂടും, സ്റ്റെബിലിറ്റി കുറയും. അപ്പൊ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈനില് ഇക്വിറ്റോറിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ആക്സിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന സത്യം അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ പറയാൻ പോവാണ്. ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാ വരിക. ഇപ്പൊ ഇത് നോക്കൂ, ഒരു CH3 മുകളിലേക്കും ഒരു CH3 താഴേക്കുമാണ്. അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ട്രാൻസ് ആണ് എന്ന് മനസ്സിലാവും. കാരണം രണ്ടും ഓപ്പോസിറ്റ് ആണ്. CH3 മുകളിലേക്ക്, CH3 താഴേക്ക്. ഇവിടെ 2 CH3 മുകളിലേക്കാണ്. അപ്പൊ ഇത് ഏതാണ്? സിസ് ആണ്. അപ്പൊ ഇങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് സിസ് ഏതാ ട്രാൻസ് ഏതാ മനസ്സിലാവും. പക്ഷെ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ യഥാർത്ഥ ഫോർമുലയെ തരും. അപ്പൊ 1,2 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1,2 ഡൈമിഥൈൽ സൈക്ലോഹെക്സൈൻ ആണ് ഇതിന്റെ പേര് അല്ലെ. അപ്പൊ ഇത് എന്താണ്? ട്രാൻസും ഇത് സിസും ആണ്. ഇനി ഇതിൽ ഏതാണ് താഴെയുള്ളത് എന്ന് നമുക്ക് നോക്കണം. ഇത് 1,2 സബ്സ്റ്റിറ്റ്യൂഷനാ. നോക്കൂ, 1,2 സബ്സ്റ്റിറ്റ്യൂഷനാ. ഇതിപ്പോ താഴെയുള്ളത് എവിടെയാ? എന്റെ കൈ തട്ടുന്ന ഭാഗത്തല്ലേ ഒരു CH3 വന്നിരിക്കുന്നത്? അതെ, വന്നിരിക്കുന്നത് അവിടെയാണ്. എന്റെ കൈ തട്ടുന്ന ഏതാ? ആക്സിലാണ്. ഇനി ഇത് ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതും എന്റെ കൈ തട്ടുന്ന ഭാഗമല്ലേ? അതെ, അപ്പം ഇതും വന്നെന്താ? ആക്സിലാണ്.
അല്ലെ? അപ്പൊ ആക്സിലാണ് കൊടുത്തതെങ്കിൽ നോക്കൂ, ആക്സിലാണ് കൊടുത്തതെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് വരിക. ഉണ്ടോ? ഇവിടെ ഇതാ മുകളിലേക്കാണ്, ഇവിടെ താഴേക്കാണ്. ഈ മൂന്നെണ്ണം എന്റെ കൈ തട്ടുന്ന മൂന്നെണ്ണാണ് എന്ത്? ആക്സിൽ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആക്സിൽ ഏതാ, ഇക്വിറ്റോറിയൽ ഏതാ എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം. എന്റെ കയ്യിൽ തട്ടുന്ന മൂന്നെണ്ണമാണ് ആക്സിൽ. ഇനി ഇവിടേക്ക് വരുമ്പോ ഈ കയ്യിൽ തട്ടുന്ന മൂന്നെണ്ണമാണ് ആക്സിൽ. മുകളിലും താഴെ എന്റെ കയ്യിൽ തട്ടുന്നതാണ് ആക്സിൽ, അല്ലെ? അപ്പൊ ഇവിടെ ആക്സിൽ നിങ്ങൾ നോക്കൂ, ഓപ്പോസിറ്റ് സൈഡിലല്ലേ? ഒന്ന് ഇവിടേക്കും ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ ആക്സിലുള്ള ആള് ട്രാൻസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇതാ ഏതാ ആക്സിൽ? ഇതാ ഇത് ആക്സിൽ അല്ലേ? ആക്സിലാണ്, ഇത് ആക്സിലാണ്. ഇത് താഴേക്കല്ലേ? ഈ താഴെ ഇവിടുത്തെ ആക്സിൽ ഏതൊക്കെയാണ്? ഈ മൂന്നെണ്ണാണ് ആക്സിൽ, അല്ലെ? ഇത് ഇവിടെ എന്താണ്? ഇത് മുകളിലേക്ക്, അല്ലെ? ഇവിടെ ഇതാണ് ആക്സിൽ വരിക. ഇതാ ഇവിടെ ആക്സിൽ വരും, പിന്നെ ഇവിടെ ആക്സിൽ വരും, ഇവിടെ ഒന്നുകൂടി വരും. ഇതാണ് ഇവിടുത്തെ ആക്സിൽ. ഇനി മുകളിലത്തെ ആക്സിൽ വരുമ്പോ ഏതാ? ഇതൊന്ന് വരും, പിന്നെ ഇതൊന്നുമാണ് ആക്സിൽ വരിക. ശരിയല്ലേ? അപ്പൊ ആക്സിൽ എന്താണ് മനസ്സിലായി? എന്തായി? ആക്സിൽ എന്താന്ന് മനസ്സിലായി? ആക്സിൽ എന്താന്ന് മനസ്സിലായി? ട്രാൻസ് ആണ് മനസ്സിലായി. അപ്പൊ ട്രാൻസ് ഇതാണ്. ആക്സിൽ ട്രാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ? അപ്പൊ ആക്സിൽ ഏതാണ്? ട്രാൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് ട്രാൻസ് ആണ്, തർക്കമില്ല, ഇത് ട്രാൻസ് ആണ്. ഇനി നമുക്ക് ഇക്വിറ്റോറിയൽ എടുത്തു നോക്കാം. ഇക്വിറ്റോറിയൽ ഇവിടെ ഞാൻ മാറ്റി, ഇവിടുത്തെ ആക്സിൽ മാറ്റി ഞാൻ ഇക്വിറ്റോറിയലിലേക്ക് കൊടുക്കുകയാണ്. ഇക്വിറ്റോറിയലിലേക്ക് കൊടുത്തു. ഇവിടുന്ന് ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഇക്വിറ്റോറിയലിലേക്ക് കൊടുത്തു. ഇവിടുന്ന് ഞാൻ മാറ്റിയിട്ട് എന്താക്കി? ഇക്വിറ്റോറിയലിലേക്ക് കൊടുത്തു. ഇതിപ്പോ എന്താണ്? ഇതിപ്പോ ഇങ്ങനെയുള്ളത് അല്ലെ? ആക്സിൽ ഇക്വിറ്റോറിയൽ ഇങ്ങനെയുള്ളത്. സോറി, ഇക്വിറ്റോറിയൽ. ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ടാ, ഇത് ഇങ്ങനെയായിട്ടുള്ളത്. ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ടുള്ളത്, ഉണ്ടോ? ഇങ്ങോട്ട്. ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങനെ താഴോട്ട്. രണ്ടും ഒരേ സൈഡിലാണോ? അല്ല. നോക്കൂ, ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് രണ്ടും എന്താണ്? ഒരുപോലെയാണോ? അല്ല, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇതും ഇക്വിറ്റോറിയലാണ്, ഇതും ഇക്വിറ്റോറിയലാണ്. അങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. രണ്ടും ഇക്വിറ്റോറിയലാ. ഇക്വിറ്റോറിയൽ വന്നപ്പോ അതും നോക്കൂ, ഓപ്പോസിറ്റ് സൈഡിലാ. അതും ട്രാൻസ് ആണ്. അപ്പൊ ഇക്വിറ്റോറിയൽ നമുക്ക് കണ്ടാ തോന്നുന്നതാ ഇത് ഇക്വിറ്റോറിയൽ അല്ലേ? ഇത് ആക്സിൽ എച്ച് വന്നു. ഇക്വിറ്റോറിയൽ ഹൈഡ്രജൻ വന്നില്ലേ? ഈ ഇക്വിറ്റോറിയൽ രണ്ടും ഒരേ സൈഡിൽ വരുമ്പോൾ നമുക്ക് കാണുമ്പോ, ഈ 2 ഡയമെൻഷൻ ഇത് കാണുമ്പോ എന്താ തോന്നും? എന്താ? ഇത് ഇക്വിറ്റോറിയൽ ആണ്, ഇവിടെ ഇക്വിറ്റോറിയൽ. ഇവിടുത്തെ ആക്സിൽ ഇതാണ്, ഇവിടുത്തെ ആക്സിൽ ഇതാണ്. ഞാൻ ഈ പിടിച്ചതാണ് ആക്സിൽ, ഉണ്ടോ? ഈ പിടിച്ചതാണ് ആക്സിൽ. ഇത് രണ്ടുമാണ് ആക്സിൽ. ഈ വൈറ്റ് കാണുന്നതാണ് ആക്സിൽ. ഇവിടുത്തെ ആക്സിൽ ഇതാണ്, ഇവിടുത്തെ ആക്സിൽ ഇതാണ്. പക്ഷെ ഇക്വിറ്റോറിയൽ ആണുള്ളത്, ഉണ്ടോ? പച്ചുള്ളത് ഇക്വിറ്റോറിയൽ അല്ലേ? ആ രണ്ട് ഇക്വിറ്റോറിയലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇതും എന്താണ്? ട്രാൻസ് ആണ്. അപ്പൊ 1-2 സബ്സ്റ്റിറ്റ്യൂഷനില് ആക്സിലും ഇക്വിറ്റോറിയലും എന്താന്ന് മനസ്സിലാക്കി വെക്കുക? ട്രാൻസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ട എന്താ? ഒന്ന് ആക്സിലും ഒന്ന് ഇക്വിറ്റോറിയൽ. ഇവിടെ ഞാൻ എന്തെടുത്തു? ഇത് ഇക്വിറ്റോറിയൽ എടുത്തു, ആക്സിലേക്ക് കൊടുത്തു. ഇവിടെ ആക്സിലിൽ കൊടുത്തു, ഇവിടെ എന്താണ്? ഇവിടെയും കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് ആക്സിൽ, ഇത് ഇക്വിറ്റോറിയൽ. ഇത് ആക്സിൽ ഉണ്ടോ? അത് ആക്സില, മുകളിലത്തെ ആക്സിലാണിത്. ഇത് ഇവിടുത്തെ ഇക്വിറ്റോറിയലാ. ഇവിടെ താഴത്തിൽ എന്റെ കൈ തട്ടുണ്ടോ? ഇല്ല. താഴെ കൈ തട്ടില്ല, മുകളിലും കൈ തട്ടില്ല. അപ്പൊ കൈ തട്ടുന്ന മുകളിലുള്ളത് ആക്സിൽ, ഇത് ആക്സിൽ, ഇതെന്താണ്? ഇക്വിറ്റോറിയൽ ആണ്. ആക്സിൽ ഇക്വിറ്റോറിയൽ. ഇത് ഏകദേശം നിങ്ങൾ നോക്ക്, ഒരേ സൈഡിക്കല്ലേ? ഏകദേശം ഒരേ സൈഡിക്കല്ലേ? അപ്പൊ അതാണ് മക്കളെ സിസ്. ഉണ്ടോ? ഏകദേശം രണ്ടും ഒരു സൈഡിക്കല്ലേ വരുന്നത്? രണ്ടും ഒരു സൈഡിക്കാണുണ്ടോ? രണ്ട് ഏകദേശം ഒരേ സൈഡിക്കാ വരുന്നത്. എന്റെ കൈ തട്ടുന്നില്ലേ? അപ്പൊ അതാണ് മക്കളെ എന്ത്? യെസ്, സിസ്. അപ്പൊ ഈ സിസ് എന്ന് പറഞ്ഞത് ഏതാണ്? ഇതാണ് സിസ്. ഓക്കെ. അപ്പൊ ആക്സിൽ ഇക്വിറ്റോറിയൽ ആണെന്ത്? സിസിൽ. ഇതിന് നമുക്ക് ആക്സിൽ ഇക്വിറ്റോറിയൽ, ഇതിന് ആക്സിൽ, ഇതിന് ഇക്വിറ്റോറിയൽ എന്ന് കൊടുക്കാം. അപ്പൊ 1-2 സബ്സ്റ്റിറ്റ്യൂഷനിൽ ആക്സിൽ ട്രാൻസ് ആണ്, ഇക്വിറ്റോറിയലും എന്താണ്? ട്രാൻസ് ആണ്. ഇനി ആക്സിൽ ഇക്വിറ്റോറിയൽ ആണ് എന്ത്? സിസ്. അത് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ സ്റ്റെബിലിറ്റി ആണ് അടുത്തത് നമുക്ക് പറയേണ്ടത്. സ്റ്റെബിലിറ്റി പറയണം. നമുക്ക് നോക്കാം. ഈ ആക്സിലിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റെബിലിറ്റി പറയാൻ പോണ്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സ്റ്റെബിലിറ്റി പറയാൻ പോണ്. ഈ ആക്സിലിൽ ഇത് ഒന്നാന്ന് വിചാരിക്കുക.
ഇത് 2, ഇത് 3. മൂന്നാമത്തെ ഹൈഡ്രജൻ ഇവിടെ, അഞ്ചാമത്തെ ഹൈഡ്രജൻ ഇവിടെ. മൂന്നാമത്തെ ഹൈഡ്രജനും അഞ്ചാമത്തെ ഹൈഡ്രജൻ നല്ല റിപ്പൽഷൻ കിട്ടുമല്ലോ, കിട്ടും. ഇനി ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3. മൂന്നാമത്തെ ഹൈഡ്രജൻ ഇവിടെ, ഇത് 4, ഇത് 5. അഞ്ചാമത്തെ ഹൈഡ്രജൻ ഇവിടെ. ഇവിടുന്നും എന്താണ് നല്ല റിപ്പൽഷൻ കിട്ടും അല്ലെ. അതായത് ഈ രണ്ട് CH3ക്കും, അതായത് ഇതിനെ നിങ്ങൾ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ 2, 3, 4, 5, 3ലെയും 5ലെയും ഹൈഡ്രജൻ എന്ത് റിപ്പൽ ചെയ്യും. ഇനി ഇതിനെ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ 1, 1, 2, 3, 4, 5, അതായത് 3ലെയും 5ലെയും ഹൈഡ്രജൻ ഇതിന്റെ എന്താണ്, അടുത്താണ്. രണ്ട് ഭാഗത്തും നല്ല റിപ്പൽഷൻ ആണ്. അതുകൊണ്ട് സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും, നല്ല റിപ്പൽഷൻ ആണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് ഞാൻ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ മുകളിലത്തെ CH3ക്ക് 2, 3, 3ലെ ഹൈഡ്രജനും 5ലെ ഹൈഡ്രജനും നല്ല റിപ്പൽഷൻ ഉണ്ടാവും അല്ലെ. ഇനി ഇതാണ് ഞാൻ ഒന്നായിട്ട് എടുക്കുന്നതെങ്കിൽ ഈ CH3 നിങ്ങൾ നോക്കൂ, 1, 2, 1, 2, 3 അല്ലെ. 3ലെ ഹൈഡ്രജൻ ഏതാ, ഇതല്ലേ. 3ലെ ഹൈഡ്രജൻ ഇത്, 4, 5, 5ലെ ഹൈഡ്രജൻ ഇത്. ഇതാ ഈ 3ലെ ഹൈഡ്രജൻ ഒരുപാട് അകലല്ലേ, 5 ഒരുപാട് എന്താണ്, അകലെയാണ്. ഈ CH3ക്ക് റിപ്പൽഷൻ കുറവാ, ഇതിനെന്തുണ്ട്, നല്ല റിപ്പൽഷൻ ഉണ്ട്. ഇതിന് റിപ്പൽഷൻ കുറവാ. അപ്പൊ ഇതിന് ഇവിടെ ഉണ്ട് റിപ്പൽഷൻ, ഇവിടെ അടുത്താണ് കേട്ടോ. ഇവിടെ അടുത്തല്ലേ വരുന്നത്, ഇവിടെ അടുത്താ വരുന്നത്. ഇവിടെ അടുത്താണെങ്കിലും ഇവിടെ ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് ഇതിനെ അപേക്ഷിച്ച് ആക്സിയൽ ഇക്വിറ്റോറിയൽ എന്താണ്, സ്റ്റേബിൾ ആണ്. എന്നാൽ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ രണ്ട് ഹൈഡ്രജന് ഇവര് ഒരുപാട് അകലെയല്ലേ ആണ്. യെസ്, അകലെയാണ്. ഇനി ഇതാണ് ഒന്നെടുക്കുന്നെങ്കിൽ ഈ രണ്ട് ഹൈഡ്രജനും ഇവൻ ഒരുപാട് അകലെ അല്ലേ, ആണ് അല്ലെ. അപ്പോ ഇക്വിറ്റോറിയൽ രണ്ട് CH3 ഒരുപാട് അകലെയാണ്. സോ സ്റ്റെബിലിറ്റി വളരെ കൂടും. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ ആരാണ്, ഓർത്ത് വെച്ചോളൂ, ഇക്വിറ്റോറിയൽ ആണ് സ്റ്റേബിൾ. പിന്നെ ഏതാണ്, ആക്സിയൽ ഇക്വിറ്റോറിയൽ ആണ്. പിന്നെയാണ് ആക്സിയൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണിത്, സ്റ്റെബിലിറ്റി ഓർഡർ ആണ്. ഇനി ഒരു സത്യം കൂടി ഞാൻ പറയാം, 1-2 സബ്സ്റ്റിറ്റ്യൂഷനിലും 1-3 സബ്സ്റ്റിറ്റ്യൂഷനിലും 1-4 സബ്സ്റ്റിറ്റ്യൂഷനിലും ഇത് തന്നെയാണ് സ്റ്റെബിലിറ്റിന്റെ ഓർഡർ. എന്നാൽ സിസും ട്രാൻസും ഒക്കെ മാറും കേട്ടോ. അപ്പൊ 1-2 സബ്സ്റ്റിറ്റ്യൂഷനിൽ ആക്സിയൽ ട്രാൻസ് ആണ്, ഇക്വിറ്റോറിയൽ ട്രാൻസ് ആണ്. ഇക്വിറ്റോറിയൽ കണ്ടാൽ എന്ത് തോന്നും, സിസ് ആണെന്ന് തോന്നും. പക്ഷെ ഓർക്കുക, ട്രാൻസ് ആണ്. ആക്സിയൽ ഇക്വിറ്റോറിയൽ ആണ് സിസ്. സ്റ്റെബിലിറ്റി ഇക്വിറ്റോറിയൽ മോർ സ്റ്റേബിൾ ദാൻ ആക്സിയൽ ഇക്വിറ്റോറിയൽ, മോർ സ്റ്റേബിൾ ദാൻ ആക്സിയൽ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് 1-3 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. 1-3 സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇതേതാ, നിങ്ങൾ നോക്കൂ, CH3 ഓപ്പോസിറ്റ്. അപ്പൊ ഇതേതാണ്, ട്രാൻസ് ആണ്. ഇതേതാണ്, ട്രാൻസ്. ഇവിടെ CH3 ഒരു സൈഡിൽ, അപ്പൊ ഇത് സിസ് ആണ്. ഇനി ഇത് എന്താണ്, നമുക്ക് ഈ ടേമിലേക്ക് വരണം. 1-3 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് 1, ഇത് 2, ഇത് 3 നേരത്തെ അടുത്തടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, 1-3 സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. 1-3 സബ്സ്റ്റിറ്റ്യൂഷൻ ചെക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, 1-3 സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആക്സിയൽ ആദ്യം കൊടുത്തു നോക്കുക. ആക്സിയൽ ഇതാ, ഇത് ആക്സിയൽ ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 3-ലാണല്ലോ, 3 ആക്സിയൽ കൊടുക്കുകയാണ്. ആക്സിയൽ കൊടുക്കുകയാണ്, ശ്രദ്ധിച്ചിരുന്നു. 1-3 സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ആക്സിയൽ ഇതുണ്ടോ, ആക്സിയൽ ആണ്ടോ. ഇത് ഞാൻ ഇങ്ങനെ വെച്ചാ ഇത് ഈ രണ്ട് പച്ചന്റെ കൈ തട്ടുന്നുണ്ട്. അപ്പൊ ആക്സിയൽ ഇക്വിറ്റോറിയൽ, സോറി ആക്സിയൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ചെയർ ഫോം ആണ്, ആക്സിയൽ ആണ്. 1, 2, 3, 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3ലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. ഇത് രണ്ടും ഒരു സൈഡിലല്ലേ. അപ്പൊ ആക്സിയൽ എന്താ, സിസ് ആണ്. ആക്സിയൽ എന്താണ്, സിസ് ആണ്. അപ്പൊ ആക്സിയൽ ഉള്ള ആളതാ, ഇതല്ലേ ഇത്. അപ്പൊ സിസ് ഏതാണ്, ഇത് സിസ്. അപ്പൊ ഇവനാണ് എന്ത്, സിസ്. ഇതാണ് സിസ്. ആക്സിൽ കണ്ടോ, ഒരേ സൈഡിൽ ആക്സിൽ 1, 2, 3 ആക്സിയൽ ഉണ്ടോ. ഇത് രണ്ടും എന്റെ കൈ തട്ടുന്നതാണ് അല്ലെ, രണ്ടും എന്റെ കൈ തട്ടുന്നതായതുകൊണ്ട് ആക്സിൽ ആണ്. അപ്പൊ ആക്സിൽ സിസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഇക്വിറ്റോറിയൽ കൊടുത്തു നോക്കാം. ഇക്വിറ്റോറിയൽ കൊടുത്തു നോക്കാം. ഇവിടെ ഞാൻ ആക്സിൽ മാറ്റിട്ട് എന്ത് ചെയ്യാണ്, ഇക്വിറ്റോറിയലേക്ക് മാറ്റുകയാണ്. ഇവിടെ ആക്സിൽ മാറ്റി ഇക്വിറ്റോറിയൽ കൊടുത്തു. ഇവിടെയും എന്താണ്, ഞാൻ ആക്സിൽ മാറ്റി ഇക്വിറ്റോറിയൽ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എന്താണ്, ആക്സിൽ മാറ്റി ഇക്വിറ്റോറിയൽ കൊടുക്കുകയാണ്. ഇക്വിറ്റോറിയൽ എന്താ, ദേ നോക്ക്. ഇക്വിറ്റോറിയൽ എന്താ അവസ്ഥ നോക്ക്. ഇത് ഇക്വിറ്റോറിയൽ, ഇതെന്താണ്,
ഇതിപ്പം ആക്സിൽ അല്ലേ, ഇത് ഇക്വിറ്റോറിയലാണ്, ഇവിടെ മാറിയില്ല അല്ലേ, ഇവിടെ ഇതിപ്പം ആക്സിലാണ് ഉള്ളത്. അതെന്ത് ചെയ്യണം, ഇക്വിറ്റോറിയലേക്ക് മാറ്റണം. നമുക്ക് ഇക്വിറ്റോറിയലേക്ക് മാറ്റണം, ഇത് ഇക്വിറ്റോറിയലേക്ക് മാറ്റണം. ഇക്വിറ്റോറിയൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇതിപ്പോ എന്റെ കൈ തട്ടുന്നുണ്ടോ? ഇല്ല. എന്റെ കൈ ഇതല്ലേ, ഇതാണ് എന്റെ കൈ. കൈ തട്ടുന്ന ആളവരാണ്, ഈ മൂന്നാളുകളാണ് കൈ തട്ടുന്നത്. ഈ മൂന്നാളുകളാണ് കൈ തട്ടുന്നുണ്ടോ? ഈ മൂന്നാളുകളാണ് കൈ തട്ടുന്നത് അല്ലേ. ഇനി ഇവര് മൂന്നാണ് കൈ തട്ടുന്നത്, ഇവര് മൂന്നാണ് കൈ തട്ടുന്നത്. ഈ പച്ച എന്ത് ചെയ്യുന്നില്ല, രണ്ടും കൈ തട്ടുന്നില്ല കണ്ടോ. ഇതിപ്പോ എന്താ നോക്കൂ, ഇക്വിറ്റോറിയൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, രണ്ടും ഏകദേശം ഒരേ സൈഡിലേക്കല്ലേ വരുന്നത്, രണ്ടും ഏകദേശം ഒരേ സൈഡിലേക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ ആക്സിൽ ട്രാൻസ് ആണ്. ഇക്വിറ്റോറിയൽ എന്താ, ഇക്വിറ്റോറിയൽ എന്താ, അത് സിസ് ആണ്. രണ്ടും ഒരു സൈഡിലല്ലേ വരുന്നത്, രണ്ടും ഒരു സൈഡില്ല കണ്ടോ, രണ്ടും ഒരു സൈഡില്ല. അപ്പൊ ഇക്വിറ്റോറിയൽ വരുന്ന ആൾ ഇതാണ്. ഇക്വിറ്റോറിയൽ കണ്ടോ, ഇക്വിറ്റോറിയൽ നോക്ക് കണ്ടോ, ഒരു സൈഡിലേക്കല്ലേ വരുന്നത്, രണ്ടും ഒരു സൈഡിലേക്ക് വരുന്നത്. ഇക്വിറ്റോറിയൽ അല്ലെ. ഇക്വിറ്റോറിയൽ എന്താണ്, സിസ് ആണ്. അപ്പൊ സിസ് അല്ല, സിസ് തന്നെയാണ്. ഇക്വിറ്റോറിയൽ എന്താണ്, സിസ് ആണ്. ഇക്വിറ്റോറിയലും സിസ് ആണ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കൂ, ആക്സിലും ഇക്വിറ്റോറിയലും ആണ്. ഇനി ഇവിടെ ഞാൻ എന്തെടുക്കുന്നു, ആക്സിലേക്ക് വരുന്നു. ഇവിടെ ഞാനിത് മാറ്റിയിട്ട് ആക്സിലേക്ക് കൊടുക്കുന്നു. ഇത് മാറ്റിയിട്ട് ആക്സിലേക്ക് കൊടുത്തു. ഇത് ആക്സിലാണ്. ഇതിപ്പോ ആക്സിലാണ്, മുകളിലുള്ളത് ആക്സിലാണ്. ഇല്ല, താഴെയുള്ളത് എന്റെ കൈ തട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് ഇക്വിറ്റോറിയലാണ്. ഇനി മുകളിലുള്ള നോക്ക്, അതിങ്ങനെ വെച്ചാൽ എന്റെ കൈ തട്ടൂലേ, കൈ തട്ടും ഉണ്ടോ. അപ്പൊ ഇത് രണ്ടും കൈ തട്ടും. അപ്പൊ മുകളിലുള്ള പച്ച ആക്സിലും താഴെയുള്ള മറ്റേ പച്ച എന്താണ്, ഇക്വിറ്റോറിയലാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചത്, ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ടാ, ഒന്നിങ്ങനെ ഇങ്ങോട്ടും, അങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉണ്ടോ. ഇത് ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ ഏതാ, ട്രാൻസ് അല്ലേ. അപ്പോ ആക്സിൽ ഇക്വിറ്റോറിയൽ ഏതാണ്, ട്രാൻസ് ആണ്. അപ്പോ ആക്സിൽ ഇക്വിറ്റോറിയൽ എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഇത് ആക്സിൽ, ഇതെന്താണ്, ഇക്വിറ്റോറിയൽ, ഇത് ഇക്വിറ്റോറിയൽ അല്ലേ. അപ്പൊ ആക്സിൽ ഇക്വിറ്റോറിയൽ ആണ് നമ്മളുടെ ട്രാൻസ്. നേരത്തെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ആക്സിലും ഇക്വിറ്റോറിയലും എന്തായിരുന്നു, ട്രാൻസ് ആയിരുന്നു. ഇപ്പോ ആക്സിലും ഇക്വിറ്റോറിയൽ എന്താണ്, ഇത് ഇക്വിറ്റോറിയൽ ആണ്. ഇക്വിറ്റോറിയൽ എന്താണ്, സിസ് ആണ് അല്ലെ. ഇത് ആക്സിലാണ്. ആക്സിലും ഇക്വിറ്റോറിയലും എന്താണ്, ഇവിടെ സിസ് ആണ്. ആക്സിൽ ഇക്വിറ്റോറിയൽ എന്താണ്, ട്രാൻസ് ആണ്. ഇതാണ് ട്രാൻസ്, ഇത് ട്രാൻസ്, ഇതെന്താണ്, സിസ്, ഇതെന്താണ് സിസ്. അപ്പൊ 1-3 സബ്സ്റ്റിറ്റ്യൂഷൻ 1-2 സബ്സ്റ്റിറ്റ്യൂഷൻ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ആക്സിലും ഇക്വിറ്റോറിയലും സിസ് ആണ്. അതേസമയത്ത് ആക്സിൽ ഇക്വിറ്റോറിയൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ആക്സിൽ ആണ് മക്കളെ, ഇത് ആക്സിൽ ആണ്, ഇത് ഇക്വിറ്റോറിയൽ ആണ്. ഒന്ന് ഇങ്ങോട്ടാണ്, ട്രാൻസ് ആണ് വരുന്നത്. ഇനി സ്റ്റെബിലിറ്റിന്റെ ഓർഡർ നോക്കാം നമുക്ക്. സ്റ്റെബിലിറ്റിന്റെ ഓർഡർ വരുമ്പോൾ ഇത് ഒന്ന് എടുക്കുകയാണെങ്കിൽ 3 ഏതാ, 3 ഇതാണ്. 3 CH3 എന്നൊരു റിപ്പൽഷൻ. എന്റെ പൊന്നു, എന്താ CH3 നല്ല റിപ്പൽഷൻ അല്ലേ. 5 H റിപ്പൽഷൻ, എന്താ നല്ല റിപ്പൽഷൻ അല്ലെ, നല്ല റിപ്പൽഷൻ. അതെന്താ, ആക്സിൽ നല്ല റിപ്പൽഷൻ ആണ്. ഇനി ഇത് എടുക്കുമ്പോൾ ഇതിനെന്താണ്, ഇതിന്റെ 1 2 3 4 5 CH3 എന്നുണ്ട്. പിന്നെ എന്താണ്, ഇതിന്റെ 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് എന്തുണ്ട്, റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇവിടെ റിപ്പൽഷനാണ്. ആക്സിൽ നല്ല റിപ്പൽഷനാണ്. ഇനി ആക്സിൽ ഇക്വിറ്റോറിയലിലേക്ക് വരുമ്പോൾ ഇവിടെ H ഉണ്ടല്ലോ. ഈ H ഈ CH3 നല്ല റിപ്പൽഷൻ ഉണ്ട്, അല്ലെ. എന്നാൽ ഇവിടെ എന്തുണ്ട്, H ഉണ്ട്, ഇവിടെയും H ഉണ്ട്. ആ H ഇയാൾക്ക് റിപ്പൽഷൻ കുറവാ. കാരണം ഇത് ചൂടാമശായിട്ടാ ചിന്തിക്കേണ്ടത്. നേരെ എന്താണ്, ഇയാൾക്ക് എന്താണ് റിപ്പൽഷൻ കുറവാ വരിക, 3 5 അല്ലെ. അതായത് ഒന്ന് എടുക്കുകയാണെങ്കിൽ 1 2 3 ഉള്ളത് 4 5 സോറി 4 5 അല്ലേ, 5 വേണ്ടത്, 5 എന്നാണ് വേണ്ടത്. അപ്പൊ 5 എന്നുള്ള റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നല്ല. 5 എന്നുള്ള റിപ്പൽഷൻ ഇത് ഒന്ന് എടുക്കുമ്പോൾ 1 2 3 4 5 എന്നുള്ള റിപ്പൽഷൻ എന്താ, അതല്ലേ. അപ്പൊ ഇയാൾക്ക് റിപ്പൽഷൻ കുറവാണ്, പക്ഷെ ഇയാൾക്ക് റിപ്പൽഷൻ ഉണ്ട്. ഇവിടെ എന്താണ്, 2 ഈ CH3 എല്ലാത്തും റിപ്പൽഷനാണ്, എല്ലായിടത്തും എന്താണ്, റിപ്പൽഷനാണ് അല്ലെ, റിപ്പൽഷനാണ്. അപ്പൊ ആ റിപ്പൽഷൻ വളരെ കൂടുതലായതുകൊണ്ട് എന്താണ്, ഇത് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഇവിടെ താഴെയുള്ള CH3 റിപ്പൽഷൻ കുറവാണ്. ഇനി ഇവിടേക്ക് നോക്ക്, ഇവിടെ നിങ്ങൾ നോക്ക്, ഈ 2 ഹൈഡ്രജൻ റിപ്പൽഷൻ വളരെ കുറവാണ്. ഇനി ഈ 2 ഹൈഡ്രജനും റിപ്പൽഷൻ വളരെ എന്താണ്, സോറി അതല്ല ഒരു യെസ് എന്താ, ഇത് ഒന്നാണെങ്കിൽ 1 2 മൂന്നാമത്തെ ഹൈഡ്രജൻ അല്ലെ. മൂന്നാമത്തെ ഹൈഡ്രജൻ പറയുമ്പോൾ ഇതിന് ഇവിടെ നിന്ന് കൊണ്ടുള്ളത് 1 2 3 4 5 ഇതിന്റെ 3 5 ഇതാണ്.
ഇനി ഇതിന്റെ 3 5 എന്ന് പറയുമ്പോൾ എന്താ, ഇത് ഒന്നാണെങ്കിൽ 1 2 3, മൂന്നാമത്തെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. പിന്നെ 4 5, അഞ്ചാമത്തെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇതുമാണ് വരുന്നത് അല്ലെ. റിപ്പൽഷൻ വളരെ കുറവാണ്. അപ്പൊ ഇക്വിറ്റോറിയൽ ഇക്വിറ്റോറിയൽ റിപ്പൽഷൻ വളരെ എന്താണ്, കുറവാണ്. അപ്പൊ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇക്വിറ്റോറിയൽ മോർ സ്റ്റേബിൾ ദാൻ ആക്സിൽ, ഇക്വിറ്റോറിയൽ മോർ സ്റ്റേബിൾ ദാൻ ആക്സിൽ എന്ന കാര്യവും അറിഞ്ഞു വെക്കുക. അപ്പൊ ഇതാണ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. ഓക്കെ, 1-4 സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൽ ഞാൻ നോക്കൂ വെച്ചിരിക്കുന്നത് എന്താ, ഇത് എന്താണ്, എന്റെ കൈ തട്ടുന്നാല്. അപ്പൊ ആക്സിലാണ്. 4 1 2 3, 1 2 3 4, നാലിലുള്ളത് അല്ലെ. 1 2 3 4, നാലിലുള്ളത്. ഇനി നാലിലുള്ളത് ആക്സിലാണ്. ഇനി 1ലും നോക്ക് നിങ്ങൾ, ഇങ്ങനെ വെച്ചാന്റെ കൈ തട്ടുന്നല്ലേ, അങ്ങനെ വെച്ചാന്റെ കൈ തട്ടുന്ന ആളാണ്. അപ്പൊ എന്താണ്, ആക്സിലാണ്. അപ്പൊ ആക്സിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ആക്സിൽ എന്താ, നോക്ക്, ഒതിങ്ങോട്ടും അല്ലെ, ഇങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ് അല്ലേ. അപ്പൊ 1 2 1 4 ഒരുപോലെയാണ്. 1 2 എന്തായിരുന്നു, ആക്സിൽ ട്രാൻസ് ആണ്. 1 4 ആക്സിൽ എന്താണ്, ട്രാൻസ് ആണ്. 1 3 ആക്സിൽ സിസ് ആണ്, ഇക്വിറ്റോറിയൽ സിസ് ആണ്, ഇക്വിറ്റോറിയൽ ട്രാൻസ് ആണ് അല്ലെ. എന്നാൽ 1 2 ആക്സിൽ ട്രാൻസ് ആണ്, ഇക്വിറ്റോറിയൽ ട്രാൻസ് ആണ്, ഇക്വിറ്റോറിയൽ എന്താണ്, സിസ് ആണ്. അതേപോലെയാണ് 1 4 ഉണ്ടോ, ആക്സിൽ എന്താ, ആക്സിൽ ട്രാൻസ് ആണ്, ട്രാൻസ് ആണ്. ഓപ്പോസിറ്റ് ഉണ്ടോ, ഓപ്പോസിറ്റ് അല്ലെ. അപ്പോ ആക്സിൽ എന്താണ്, ട്രാൻസ് ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇത് രണ്ട് C3 ഒരു സൈഡ് കാണാം. അപ്പൊ ഇത് സിസ് അല്ലെ, ഇതെന്താണ്, ട്രാൻസ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇവിടേക്ക് വരുമ്പോ ആക്സിൽ ട്രാൻസ് ആണ്. അപ്പൊ ഇതാണ് ആക്സിൽ എന്താണ്, ട്രാൻസ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ അടുത്തെന്താണ്, ആക്സിൽ ഇക്വിറ്റോറിയൽ എടുക്കാം. ഇക്വിറ്റോറിയൽ ഇവിടുന്ന് മാറ്റി ഞാൻ ആക്സിൽ മാറ്റി ഇക്വിറ്റോറിയലിലേക്ക് കൊടുത്തു. ഇവിടുന്ന് ഞാൻ ആക്സിൽ മാറ്റി ഇക്വിറ്റോറിയലിലേക്ക് കൊടുത്തു. ഇവിടെ നിങ്ങൾ നോക്ക്, ഇക്വിറ്റോറിയൽ എന്താ നോക്ക്, ഇത് ഇങ്ങനെ ഇങ്ങോട്ട്, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടോ, ഓപ്പോസിറ്റ് അല്ലേ. ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് ഇങ്ങനെ ഇങ്ങോട്ട്, ഇതിങ്ങനെ ഇങ്ങോട്ടാ, രണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്താ, ട്രാൻസ് ആണ്. അപ്പൊ ഇക്വിറ്റോറിയലും ട്രാൻസ് ആണ്. അപ്പൊ ആക്സിൽ ട്രാൻസ് ആണ്, ഇത് ട്രാൻസ് ആണ്. ആക്സിൽ ട്രാൻസ് ആണ്. ഇക്വിറ്റോറിയൽ എന്താണ്, ട്രാൻസ് ആണ്. ഇക്വിറ്റോറിയലും ട്രാൻസ് ആണ് മക്കളെ. ഇക്വിറ്റോറിയലും ട്രാൻസ് ആണ്. ഇനി നമുക്ക് വരുന്നത് എന്താണ്, ആക്സിൽ ഇക്വിറ്റോറിയൽ. അപ്പൊ ആക്സിൽ ഇക്വിറ്റോറിയൽ ആകുമ്പോൾ ഇത് ഇക്വിറ്റോറിയൽ കിടക്കട്ടെ. ഇതിന് ഞാൻ ഇക്വിറ്റോറിയൽ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ആക്സിലേക്ക് കൊടുക്കണം. ആക്സിലേക്ക് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആക്സിൽ ഇക്വിറ്റോറിയൽ നിങ്ങൾ നോക്ക്, കണ്ടാ നിങ്ങൾക്ക് ഏകദേശം ഒരേ സൈഡിലല്ലേ, ഏകദേശം ഒരേ സൈഡിലാണ്ടോ, ഒരേ സൈഡിൽ ഏകദേശം ഒരേ സൈഡിൽ. ആക്സിൽ ഇക്വിറ്റോറിയൽ ഏകദേശം ഒരേ സൈഡിൽ ഉണ്ടോ. അപ്പൊ ഏതാ വരിക, ഏകദേശം ഒരേ സൈഡിലാകുമ്പോൾ എന്താ, ഏകദേശം ഒരേ സൈഡ് അല്ലെ, ഒരേ സൈഡ് അല്ലേ, ഒരേ സൈഡ് ആകുമ്പോൾ സിസ്. അപ്പൊ ആക്സിൽ ഇക്വിറ്റോറിയൽ ഇതാണ് നമ്മളുടെ സിസ്. അപ്പൊ ഇവിടുത്തെ സിസ്റ്റും ട്രാൻസും ക്ലിയർ ആയി. ഇനി സ്റ്റെബിലിറ്റി പറയണം. നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ്, ഇത് ഒന്നാണെങ്കിൽ 2 3 4 5, 3 5 നോക്കൂ, ഹൈഡ്രജന്റെ റിപ്പൾഷൻ നന്നായിട്ടുണ്ടല്ലോ, ഉണ്ട്. ഇനി ഇതാ ഒന്നാണെങ്കിൽ 1 2 3, 3 ഇവിടെ എന്താണ് 5. അപ്പൊ ഇവിടുന്നും എന്തുണ്ട്, റിപ്പൾഷൻ നന്നായിട്ടില്ലേ, നന്നായിട്ട് റിപ്പൾഷൻ ഉണ്ട്. നല്ല റിപ്പൾഷൻ ആണ്, സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ഇനി ഇവിടേക്ക് വരുമ്പോ 3 5 ഇയാൾക്ക് റിപ്പൾഷൻ ഉണ്ട്, ഇയാൾക്ക് നല്ല റിപ്പൾഷൻ ഉണ്ട് ആക്സിൽ ഇക്വിറ്റോറിയൽ. ഇനി ഇയാളുടെ 1 2 3 ഇതാണ് 3, പിന്നെ ഇതാണ് 5. ഇതിന്ന് അങ്ങോട്ടുള്ള റിപ്പൾഷന്റെ എന്താണ് അല്ലെ, ദൂരം കൂടുന്നു, റിപ്പൾഷൻ കുറയും. അപ്പൊ ഇയാള് സേഫ് ആണ്, പക്ഷെ ഇയാൾക്ക് നല്ല റിപ്പൾഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ നോക്ക്, ഇതിന്റെ 3 5 ഇതല്ലേ, ഇവന്റെ 3 5 ഇതാണ്. അവിടുന്ന് റിപ്പൾഷൻ വളരെ കുറവാണ്, കാരണം ഒരുപാട് അകലെയാണ്. ഇനി ഇവന്റെ 1 2 3 ഇതാണ്, 5 ഇതാണ്. അവിടുന്ന് റിപ്പൾഷൻ ഒരുപാട് കുറവാണ്, കാരണം ഒരുപാട് അകലെയാണ് അല്ലെ. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ ആരാണ്, ട്രാൻസിസ് എന്ന് പഠിച്ചു പോയത് കേട്ടോ. കാരണം ഇത് ട്രാൻസ് ആണ്, ഇക്വിറ്റോറിയൽ എന്താണ്, ട്രാൻസ് ആണ്. നേരത്തെ ഇക്വിറ്റോറിയൽ എന്തായാലും സിസ് ആയിരുന്നു. പക്ഷെ എപ്പോഴും സ്റ്റെബിലിറ്റി ആർക്കാണ്, ഇവിടെയും ആർക്കാണ്, ഇക്വിറ്റോറിയൽ റിപ്പൾഷൻ ഏറ്റവും കുറവ്. മുകളിൽ റിപ്പൾഷൻ കുറവാണ്, താഴെ റിപ്പൾഷൻ കുറവാണ്. ഇക്വിറ്റോറിയൽ മോർ സ്റ്റേബിൾ ദാൻ ആക്സിൽ, ഇക്വിറ്റോറിയൽ മോർ സ്റ്റേബിൾ ദാൻ ആക്സിൽ. ഇത് 1 2 1 3 1 4 എന്താണ്, സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് ഇപ്പോ ഈ OH പോലുള്ള സാധനങ്ങൾ 1 3 വന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മൾ പറഞ്ഞിരുന്ന എന്തേനു, 1 3 വന്നാൽ എപ്പോഴും ഇക്വിറ്റോറിയൽ ആണ് സ്റ്റേബിൾ എന്നല്ലേ പറഞ്ഞത്. ഇക്വിറ്റോറിയൽ ആണ് സ്റ്റേബിൾ നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ 1 3 OH വന്നാൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആക്സിൽ ആയിരിക്കും എന്ത്, മോർ സ്റ്റേബിൾ. ഇത് 1 3 ആണ് ഉണ്ടോ, 1 1 2 3. ഇത് ആക്സിലാണ്, ഇത് ആക്സിലാണ്. കാരണം എന്താ, എന്റെ കൈ തട്ടുന്ന ആളാണ് അല്ലെ, കൈ തട്ടുന്ന ആളുകളല്ലേ, യെസ്. അപ്പൊ ആക്സിലാണ്. ഈ ആക്സിലാണ് സ്റ്റെബിലിറ്റി കൂടുക. കാരണം എന്ത് വരും,
ഒരു ഹൈഡ്രജൻ ബോണ്ട് ഇവിടെ വരും. അപ്പൊ 1,3 OH അതുപോലെ തന്നെ ഇവിടെ OCH3 ആയാലും കുഴപ്പമില്ല, OCH3 ആണെങ്കിലും എന്താണ് ഈ OHന്റെ Hഉം ഈ Oയും തമ്മിൽ എന്ത് വരും, അല്ലെ ഫ്ലോറിൻ അല്ലെ, ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളാണ് 1,3 വരുന്നെങ്കിൽ അവിടെ ഇക്വിറ്റോറിയലിനെക്കാളും സ്റ്റേബിൾ ഇക്വിറ്റോറിയൽ അല്ലേ, ഇക്വിറ്റോറിയൽ ഇത് ഇങ്ങോട്ടും വരിക അല്ലെ, ഇങ്ങോട്ടും വരിക. അത് ഇക്വിറ്റോറിയൽ അകന്ന് നിൽക്കുന്നതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ? 1,3 ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ഇക്വിറ്റോറിയൽ അല്ല ആക്സിയൽ സ്റ്റേബിൾ ദാൻ ഇക്വിറ്റോറിയൽ എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ. അതുപോലെ 1,4 OH ഉണ്ടാക്കാൻ പറ്റിയ ആളാണെങ്കിൽ 1,4 OH ഉണ്ടാക്കാൻ പറ്റിയ ആളാണെങ്കിൽ അതായത് 1,4 OH ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. 1,4 എന്താണ് OH ഉണ്ടാക്കാൻ പറ്റിയ ആളാന്ന് വിചാരിക്കുക. 1,4 അങ്ങനെ OH ഉണ്ടാക്കാൻ പറ്റിയ ആള് നിങ്ങൾ ആക്സിൽ ഇക്വിറ്റോറിയൽ എടുത്താൽ ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ഒരു OH ഇങ്ങോട്ടുമാണ്. ഇനി ആക്സിൽ എടുത്താൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഉണ്ടാക്കാൻ കഴിയോ? ഇല്ല. ഒരു OH ഇങ്ങോട്ടുമാണ്, ഒരു OH ഇങ്ങോട്ടും ഉണ്ടാവുക. ആക്സിൽ എടുത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി ഇക്വിറ്റോറിയൽ ഉണ്ടാക്കാൻ കഴിയോ? ഇല്ല. ഒരു OH ഇങ്ങോട്ടും ഈ OH ഇത് മാറ്റി ഇങ്ങോട്ട് കൊടുക്കണ്ടേ, ഓപ്പോസിറ്റിൽ വരിക. അപ്പൊ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1,4 OH ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഈ ചെയർ തന്നെയല്ല സ്റ്റേബിൾ, ഇതും കൂടി ഇങ്ങോട്ട് വളഞ്ഞിട്ട് ബോട്ടാണ് സ്റ്റേബിൾ. 1,4 OH ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ സ്റ്റേബിൾ കൺഫർമേഷൻ, സൈക്ലോസിന്റെ കൺഫർമേഷൻ തന്നെ മാറും. ഏതായിട്ട് മാറും? യെസ്, ബോട്ട് ഈസ് മോർ സ്റ്റേബിൾ, ദെൻ ഓൺലി ദേ ക്യാൻ മേക്ക് ഹൈഡ്രജൻ ബോണ്ട്. ഈ കാര്യവും നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മൾ കൺഫർമേഷണൽ ഐസോമറിസം ഇൻ സൈക്ലോഹെക്സേനും അതുപോലെ തന്നെ ആൽക്കെയിൻസും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 1,2 ആക്സിയൽ ട്രാൻസ് ആണ്, ഇക്വിറ്റോറിയൽ എന്താണ്, ട്രാൻസ് ആണ്, ആക്സിയൽ ഇക്വിറ്റോറിയൽ എന്താണ്, സിസ് ആണ്. 1,3 ഇക്വിറ്റോറിയൽ സിസ് ആണ്, ആക്സിയൽ സിസ് ആണ്, ആക്സിയൽ ഇക്വിറ്റോറിയൽ ട്രാൻസ് ആണ്. 1,4 ആക്സിയൽ ട്രാൻസ് ആണ്, ഇക്വിറ്റോറിയൽ ട്രാൻസ് ആണ്, ആക്സിയൽ ഇക്വിറ്റോറിയൽ എന്താണ്, സിസ് ആണ്. ഈ 3 കൺഫർമേഷനിലും ഇക്വിറ്റോറിയൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ആക്സിയൽ ഇക്വിറ്റോറിയൽ, മോർ സ്റ്റേബിൾ ദാൻ ആക്സിയൽ ആണ്. എന്നാൽ 1,3 OH ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളാണ് 1ലും 3ലും ഉള്ളതെങ്കിൽ, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളാണ് 1ലും 3ലും ഉള്ളതെങ്കിൽ അവിടെ ആക്സിയൽ ഈസ് മോർ സ്റ്റേബിൾ. അതുപോലെ 1,4 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന പറ്റുന്ന ആളുകളാണ് ആ 1,4 ഉള്ളതെങ്കിൽ അവിടെ ഷെയർ കൺഫർമേഷൻ അല്ല സ്റ്റേബിൾ, ബോട്ട് കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ. ഇതോടുകൂടി കൺഫർമേഷൻ ഐസോമറിസം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമർസ് ആണ്. ഓക്കെ.